കൽപ്പകവൃക്ഷം പോലെയുള്ള ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് ചൊല്ലാനുള്ളത്, പാരായണം ചെയ്യാനുള്ളത് 7ാമത്തെ ശ്ലോകമാണ്. ശോച്യാനി മാം സ്ത്വമധികഷ്ടദീനാൻ വിഷ്ട്യാനി ഗൃഹ്ണൻ നിരനുഗ്രഹോസി ജനസ്യ ഗോപ്താസ്മി വിഗദ്ധമാനോ ന ശോഭസേ വൃദ്ധസഭാസു ധൃഷ്ട. നിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് സഭാസു, വൃദ്ധന്മാരുടെ സഭകളിൽ. വൃദ്ധന്മാരെന്നുള്ളത് കൊണ്ട് പലതരത്തിലുള്ള വൃദ്ധന്മാരുണ്ട്. ജ്ഞാനവൃദ്ധന്മാരുണ്ട്, തപോവൃദ്ധന്മാരുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും വൃദ്ധന്മാരെന്ന് പറയുമ്പോഴേക്കും വയോവൃദ്ധന്മാരെ മാത്രമേ പരിഗണിക്കാറുള്ളൂ. അതാണ് വൃദ്ധന്മാർ സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വൃദ്ധന്മാർക്കുള്ള സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജ്ഞാനവൃദ്ധന്മാരും തപോവൃദ്ധന്മാരും ഒന്നും കയറി ഇരിക്കാറില്ല. പ്രായം കൊണ്ടുള്ള വാർദ്ധക്യം മാത്രമേ ഉള്ളൂ. വാർദ്ധക്യം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജരാനരകളൊക്കെ ബാധിച്ച ഒരവസ്ഥയെയാണ് മനസ്സിൽ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല. വൃദ്ധി എന്ന് പറഞ്ഞ വാക്കിന് നമുക്കറിയാലോ, വർദ്ധനവ്, കൂടുക എന്നാണ് അർത്ഥം. അത് വയസ്സ് കൂടിയത് കൊണ്ട് വയോവൃദ്ധൻ എന്ന് പറയുന്നു. അറിവാണ് കൂടിയതെങ്കിൽ ജ്ഞാനവൃദ്ധൻ എന്ന് പറയുന്നു. ഇനി അങ്ങനെയുള്ളൂ, അത്രയും വ്യത്യാസങ്ങളുള്ളൂ. പക്ഷെ ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വയസ്സനായി, എന്തോ നമ്മളെ ഒന്നിനും കൊള്ളാതെയായി എന്നുള്ള തോന്നല് എല്ലാവർക്കും ഉണ്ട്. പണ്ടൊരു കവിതയിൽ കേട്ടിട്ടുണ്ട്, വാർദ്ധക്യം വന്നു ചേർന്നാൽ അതിനു മറുമരുന്നേതുമില്ലെന്നിരിക്കെ കർത്തവ്യം ചിന്തയന്നേ സുദൃഢമതിനെ ആലിംഗനം ചെയ്യുകയത്രേ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം 2 വരി കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്താണ് അതിന് മറുമരുന്ന്? ഒന്നുമില്ല. അതിനെ ഇങ്ങോട്ട് അംഗീകരിക്കുക. നമുക്കതാണല്ലോ ഏറ്റവും വലിയ പ്രയാസം. ഒന്നിനെയും അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കാറില്ല. മനുഷ്യരുടെ ഒരു സ്വഭാവം അതാണ്. അത് തന്നെയാണ് ഇവിടേക്ക് കൂട്ടി വായിക്കുമ്പോൾ, നീ ആരുമല്ല, നീ വലിയ പരബ്രഹ്മതത്വത്തിന്റെ വെറുമൊരു കിരണം മാത്രമാണ്, നീ ഒരു നാമ്പ് മാത്രമാണ്, അതിൻ്റെ ഒരു തളിര് മാത്രമാണ് എന്നാണ് ഭരതയോഗീശ്വരൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നീ എന്താണ് ചെയ്യുന്നത്? ശോച്യാനി മാം സ്ത്വമധികഷ്ടദീനാൻ. ചൊല്ലിക്കോളൂ. അധികഷ്ടദീനാൻ വിഷ്ട്യാ നിഗൃഹൻ നിരനുഗ്രഹോസി ജനസ്യ ഗോപ്താസ്മി വിഗദ്ധമാനോ ന ശോഭസേ വൃദ്ധസഭാസു ധൃഷ്ട. വൃദ്ധസഭാസു ധൃഷ്ട ന ശോഭസേ, അല്ലെങ്കിൽ ശോഭസേ. വൃദ്ധസഭകളിൽ, അറിവുള്ളവരുടെ ഇടയിൽ ധൃഷ്ടനായ നീ ശോഭിക്കുകയില്ല. ധൃഷ്ട, ധാർഷ്ട്യം നമ്മൾ ധാരാളം പറയും. ആൾക്ക് ഭയങ്കര ധാർഷ്ട്യമാണ്, സാധാരണ ഭാഷയിൽ വരണതാണ്. എന്നാൽ ധൃഷ്ട എന്നുള്ള സംസ്കൃത വാക്ക് അങ്ങനെ പ്രയോഗിക്കാറുമില്ല. ധൃഷ്ടപദത്തിൽ നിന്നാണ് ധാർഷ്ട്യം എന്നുള്ള വാക്ക് ഉണ്ടാവുന്നത്. ധൃഷ്ടന്റെ ഭാവമാണ് ധാർഷ്ട്യം. അതായത് നമ്മൾ ഇന്ന് പറയുന്ന, മലയാളത്തിൽ പറയുന്ന ധിക്കാരം, മറ്റുള്ളവരെയൊക്കെ പുല്ലുവില തൃണവദ്ഗണിച്ചുകൊണ്ടുള്ള ആ ഇരിപ്പിനെയാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിന്റെ ആ ഭാവം ഉണ്ടല്ലോ, ധൃഷ്ടനായിട്ടുള്ള നിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വൃദ്ധസഭകളിൽ ശോഭിക്കുകയില്ല. വൃദ്ധന്മാരുടെ ഇടയിൽ നിന്നെ ആരും പരിഗണിക്കില്ല. അറിവുള്ളവര്, പണ്ഡിതന്മാര് നീ കാണിക്കുന്നത് വെറും പൊങ്ങച്ചമാണ്, അഹങ്കാരമാണ് എന്ന് തിരിച്ചറിയും. എന്തുകൊണ്ടാണ്? ശോച്യാനിമാൻ, ശോച്യാൻ ഇമാൻ, അങ്ങനെയാണ് പദമുറിയ. ഇമാം സ്ത്വം അധി കഷ്ടദീനാൻ എന്ന് ഒറ്റ വാക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പദം മുറിയുമ്പോൾ ശോച്യാൻ ഇമാൻ ത്വം അധി കഷ്ടദീനാൻ എന്നാണ് വാക്കുകൾ വരുന്നത്. ഈ പറഞ്ഞ അമാലന്മാര്, നിന്റെ പല്ലൊക്കെ ചുമക്കാനായിട്ട് നീ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നവരായ അമാലന്മാരുണ്ടല്ലോ, അമാത്യന്മാരല്ല, അമാലന്മാര്, പല്ലക്ക് വാഹകര്, അവരെങ്ങനെയുള്ളവരാണ്? ശോച്യാൻ, പാവങ്ങളാണ്, ശോചനീയമായിട്ടുള്ള അവസ്ഥയുള്ളവരാണ്. ഈ ഇങ്ങനെയുള്ള നമ്മൾ പറയില്ലേ, അടിമ വേലക്കാരെ സേവിക്കാനായിട്ട് നിൽക്കുന്നവരൊക്കെ ഈ പറഞ്ഞ അധിപതികളുടെ, രാജാക്കന്മാരുടെ, നേതാക്കന്മാരുടെ ഒക്കെ ഒരു സന്തോഷത്തിന്, അവരുടെ ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു കടാക്ഷം, അത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആവശ്യം ഒന്നേ ഉള്ളൂ, പരിഗണന, സ്നേഹം.
പരിഗണനയുടെ ഒരു മൂർധന്യമായിട്ടുള്ള ഭാവമാണ് സ്നേഹം. പരിഗണിക്കാതിരുന്ന് നോക്കൂ, അതിനേക്കാളും വലിയ നിരാകരണം ഇല്ല. ഒരാളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ ആൾ എൻ്റെ ശത്രുവാണെന്ന് കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം അയാളെ നിരാകരിക്കുകയാണ്. നമ്മളതല്ല പൊതുവെ ചെയ്യാറുള്ളത്. അയാളോട് പോയി തട്ടിക്കയറും, എന്നിട്ട് 4 വർത്തമാനം പറഞ്ഞ് ഒന്നും കൂടി ആ ശത്രുത വർദ്ധിപ്പിക്കും. മനുഷ്യരങ്ങനെയാണ്. അങ്ങനെ അല്ലാത്തവരും നല്ല ബുദ്ധി മനസ്സൊക്കെ നിയന്ത്രണത്തിലുള്ളവർക്ക് അവരെ നിരാകരിക്കാൻ കഴിയും. അങ്ങനെ ആ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ നിൽക്കുന്നവരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ശോച്യാൻ, വളരെ കഷ്ടാവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായ, വളരെ ക്ഷീണിതരായിട്ടുള്ള ഇമാൻ, ഈ നിൽക്കുന്നവരായിട്ടുള്ള മാലന്മാരുണ്ടല്ലോ, അവരെ നീ വെറുതെ വിടുന്നില്ല. അവർക്ക് ക്ഷീണമുണ്ട് വയ്യായുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും അവരെ നീ വെറുതെ വിടുന്നില്ല. വിഷ്ട്യാ നിഗൃഹൻ നിരനുഗ്രഹോസി, അവരെ ബലമായിട്ട് പിടിച്ചിട്ട് പിന്നെയും ഈ മഞ്ചൽ ചുമപ്പിക്കുക തന്നെയാണ് ചെയ്യണത്. നീ അവരോട് ഒരു അനുഗ്രഹ ബുദ്ധിയൊന്നും കാണിക്കുന്നില്ല, അവരെ പരിഗണിക്കുന്നത് പോലുമില്ല. അതിന് പെട്ട ഒരാളായിരുന്നല്ലോ ഞാനും. അപ്പോൾ അവര് അനുഭവിക്കുന്നതായ വേദന എന്താണ്, ഇത് ചുമന്നുകൊണ്ട് പോകുമ്പോഴത്തെ വേദന എന്താണ് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അതുകൊണ്ടുകൂടിയാണ് ഭരതയോഗീശ്വരൻ പറയണത്, നീ അവരെ അനുഗ്രഹ ബുദ്ധിയിലല്ല കാണുന്നത്, എന്നെ ഇത്രയൊക്കെ കൊണ്ടു നടക്കണില്ലേ എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ വേഗാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൈയിട്ടിട്ട് ശിബികേമ തട്ട് വേഗം ഓടാനുള്ള കൽപ്പനയൊക്കെ കൊടുത്ത ആളാണ് ഈ പറഞ്ഞ രഘുഗണൻ. അതുകൊണ്ട് ത്വം നിരനുഗ്രഹ, അവരെ അനുഗ്രഹ ബുദ്ധിയോടെയല്ല നീ കാണുന്നത്. നിനക്ക് വേണ്ടിയിട്ടാണ് അവര് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ ഉയർന്ന നിലകളില് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ഉപദേശമാണ്. നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് ആരൊക്കെ തരുന്നുവോ അവരെയൊക്കെ കാര്യമായിട്ട് ഒന്നിനും പറ്റിയില്ല, നേരമില്ല എങ്കിൽ അവരെയൊക്കെ ഒന്ന് പരിഗണിക്കാനെങ്കിലും നമ്മൾ പഠിക്കണം. അത്രയ്ക്കെങ്കിലും ചെയ്തൂലോ എന്നുള്ളൊരു മനോഭാവം ഉണ്ടാക്കണം. എന്നിട്ടോ ജനസ്യ ഗോപ്താസ്മി, നീ പൊങ്ങച്ചം പറഞ്ഞു നടക്കുകയാണ്. വിഗദ്ധമാനഹ, വിഗദ്ധനൻ, എന്താണ് വിഗദ്ധനം ചെയ്യാന്ന് പറഞ്ഞാല് പൊങ്ങച്ചം പറയാ. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറയാ. എന്താ പൊങ്ങച്ചം പറയുന്നത്? ജനസ്യ ഗോപ്ത അഹം ജനസ്യ ഗോപ്ത ഭവാമി, ഞാൻ ജനങ്ങളുടെയൊക്കെ രക്ഷകനാണ്, ഗോപനം ചെയ്യുന്നവനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ഈ രാജ്യത്തിലെ സിന്ധു രാജ്യത്തിലെ സൗവീരപതിയായിട്ടുള്ള രഘുഗണനാണ് എന്ന അഹങ്കാരത്തോടെ 4 ആൾക്കാരോട് പോയി പറയുന്നുണ്ട്. ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 4 മഞ്ചൽവാഹകരെ പോലും പരിഗണിക്കാനുള്ള ബുദ്ധി നിനക്ക് ഇല്ലതാനും. എങ്ങനെയാ ഇതൊക്കെ കൂടി ചേരുന്നത്? ഇതൊക്കെ ചേർച്ചല്യായ്മകളാണ്, വിരുദ്ധങ്ങളാണ്. ജനസ്യ ഗോപ്താസ്മി വിഗദ്ധമാന ന ശോഭസേ വൃദ്ധസഭാസു ധൃഷ്ട. അതുകൊണ്ട് നിന്നെ പറ്റി വേറൊരാള്, ഈ പറഞ്ഞവരൊക്കെ വേറൊരു ദിക്കിൽ പോയിട്ട് സംസാരിക്കില്ലേ, ഈ അമാലന്മാരെന്താ പോയി പറയാ? ഒരു ദയയില്ലാത്ത ആളാണ് കേട്ടോ രഘുഗണ മഹാരാജാവ്, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, ഒരു നല്ല വാക്ക് പറയില്ല, വേണ്ടത്ര ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ധനം തരില്ല, സഹായിക്കൊന്നുമില്ല, രാജാവ് എന്നുള്ള പേരെന്നെ ഉള്ളൂ എന്ന്. അതാണ് രാജാവ് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് കയ്യിൽ തൊട്ട് സ്പർശിക്കാവുന്ന അത്ര അകലത്തിൽ നിൽക്കുന്ന ജനങ്ങളെ പോലും നീ രക്ഷിക്കുന്നില്ല, വേണ്ടത് അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ മറ്റ് ജനങ്ങള്, മറ്റു രാജാക്കന്മാരെ, പണ്ഡിതന്മാരൊന്നും ശോഭിക്കില്ല, അവരൊന്നും നിന്നെ അംഗീകരിക്കില്ല. അവിടെ ഈ പേര് പറഞ്ഞാൽ അതേതോ ഒരു കുത്സിതനായിട്ടുള്ള രാജാവ്, അയാളെന്നും ആരും പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയിൽ പറയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചോളൂ. അതാണ് പറയണത് ന ശോഭസേ വൃദ്ധസഭാസു ധൃഷ്ട എന്ന്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം, നിങ്ങളും കൂടെ ചൊല്ലിക്കോളൂ. ശോച്യാനി മാം സ്ത്വമധികഷ്ടദീനാൻ വിഷ്ട്യാ നിഗൃഹൻ നിരനുഗ്രഹോസി ജനസ്യ ഗോപ്താസ്മി വിഗദ്ധമാനോ ന ശോഭസേ വൃദ്ധസഭാസു ധൃഷ്ട. എന്നിട്ട് ഈ ഭൂമിയെ പറ്റി പറയാണ്. ഈ പറഞ്ഞ ശരീരമുണ്ടല്ലോ, അതിവിടെ നിന്നുണ്ടാവുന്നു, ഇവിടെ തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നു. രാജാവാണെന്നുള്ള പദവിയായാലും വേണ്ടില്ല, അമാലന്മാരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, ഭൂമിയിൽ തന്നെ പ്രഭവം, ഭൂമിയിൽ തന്നെ നിഷ്ഠ, വേറെ എങ്ങോട്ടും അത് കൊണ്ടുപോവില്ല. നമ്മൾ പറയില്ലേ, ഒരു ദിക്കിലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. കൈ രണ്ടും ഏതോ ഒരു രാജാവിൻ്റെ കൈകൾ കുറേ അധികം, ആരായിരുന്നു കേൾക്കുന്നില്ല, അലക്സാണ്ടർ ചക്രവർത്തി, കൈ രണ്ടും നിവർത്തി വെച്ചിട്ട് വേണം എന്നെ സംസ്കരിക്കാൻ എന്ന് പറഞ്ഞു. എന്തിനാ? കൈകൊണ്ട് വെട്ടിപ്പിടിച്ചതാണിത് മുഴുവനും, പക്ഷെ ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ കയ്യിൽ പിടിച്ചാൽ പോലും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല അല്ലേ? ഞാൻ എൻ്റെ ദേഹത്തൊക്കെ വെച്ച് കെട്ടിക്കോളൂ, കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുമോ? അല്ല. അതൊക്കെ ലൗകികങ്ങളാണ്.
പോകുന്നത്, ഇതിനെ വിട്ടുപോവുക ചെയ്യുന്നത് ആത്മാവ്. അപ്പൊ അതൊക്കെ ഇവിടെ ബാക്കി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയാണ്, ഇത് ഇവിടെ നിന്നുണ്ടാവുന്നു, ഇവിടെ തന്നെ നശിക്കുകയും ചെയ്യുന്നു. അതാണ് അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. നോക്കൂ, ഞാൻ ചൊല്ലാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. യഥാക്ഷിതാവേവ ചരാചരസ്യ, ചൊല്ലിക്കോളൂ. വിദാമനിഷ്ഠാം പ്രഭവം ച നിത്യം തന്നാമതോന്യദ്വ്യവഹാരമൂലം നിരൂപ്യതാം സത്ക്രിയയാനുമേയം. അതാണ് ഇവിടെ ചരാചരസ്യ. ചരാചരം എന്ന് പറഞ്ഞാൽ 2 തരം സ്വഭാവങ്ങളുള്ളതാ, ചരിക്കുന്നവയും ചരിക്കാത്തവയും. അതാണ് ചരവും അചരവും. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ചരാചരം. ചരാചരങ്ങളല്ലാണ്ട് ഇവിടെ അനങ്ങുന്നവയും ഉണ്ട് അനങ്ങാത്തവയും ഉണ്ട്. അതുള്ളതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ കാണുന്നതായ ലോകം, ആ ചരാചരത്തിൻ്റെ പ്രഭവം, നമ്മളടക്കമുള്ളതായ ശരീരമെടുത്ത് ഇവിടെ എന്തെല്ലാം ഉണ്ടോ, നമ്മുടെ മാത്രമൊന്നുമല്ല ശരീരം എന്ന് പറയുന്നത്, ഈ കണ്ണോണ്ട് കാണാവുന്നതും നശിച്ചു പോകുന്നതുമായിട്ടുള്ള എല്ലാത്തിനെയും ശരീരം, ശീര്യതേ ഇത് ശരീരം, ശരീരഹ എന്ന് പറയും, നശിച്ചു പോകുന്നതാണ്. 6 പ്രക്രിയകളുണ്ട്. ഉണ്ടാകുന്നു, എന്താണ്, പിന്നെ വലുതാവുന്നു, വർദ്ധിക്കുന്നു, പിന്നീട് അപചയം സംഭവിക്കുന്നു, എന്താണ്, വളരെ നിസ്സാരമാകുന്നു, ഇല്ലാതെയാവുന്നു. അങ്ങനെ 6 പ്രക്രിയകളിലൂടെയാണ് ഒരു ശരീരം, ഒരു ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള ശരീരം ഇവിടെ നിലനിൽക്കുന്നത്. നിലനിൽക്കാന്ന് വെച്ചാൽ നിലനിൽക്കുന്നില്ല, ഒന്നും ഉണ്ടാകുന്നു, നശിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ബാക്കി 4 ക്രിയകൾ കൂടിയുണ്ട്. അവസാനം അത് ഇല്ലാതെയാവും. അങ്ങനെയുള്ളത് എല്ലാം ശരീരങ്ങളാണ്. മരത്തിൻ്റെതായ തടി അതിൻ്റെ ശരീരമാണ്. അതുപോലെ മൃഗങ്ങളുടേതാണെങ്കിൽ അവരുടെ ശരീരം നമുക്കറിയാം. പാറയാണെങ്കിൽ ആ കാണുന്നത് അതിൻ്റെ ശരീരമാണ്. ഈ പറഞ്ഞതെല്ലാം ഒരു കാലത്ത് ഇല്ലാതെയായി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറയണത്, ചരവും അചരവുമായിട്ടുള്ള ഈ കാണുന്നതെല്ലാം തന്നെ അതിൻ്റെ പ്രഭവം. പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്പത്തി, ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ നിഷ്ഠാം, നിഷ്ഠ അവസാനിക്കല്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടരുന്നില്ല, ഇവിടെ ഉണ്ടാവുന്നു, ഇവിടെ തന്നെ നിഷ്ഠയോടുകൂടി ഇവിടെ തന്നെ തീരുന്നു. അതെല്ലാം ഈ മണ്ണിൽ തന്നെ തീരുന്നതാണ്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള എല്ലാം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ചരാചരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെല്ലാം നാടുകളെ, ഏതെല്ലാം പ്രദേശങ്ങളെ, എവിടെയൊക്കെ എന്തൊക്കെ കണ്ടു, അതെല്ലാം ഒരു കാലത്ത് ഉണ്ടായതാണെങ്കിൽ അതൊക്കെ നശിക്കുകയും ചെയ്യും. ഉണ്ടോ, അതിന് നാശമുണ്ട്. അത് ജനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണോ, ഒരു കാലത്ത് അത് ഇല്ലാതെയാവും. അതില്ലാതിരിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ പരമ്പൊരുളായിട്ടുള്ള ആത്മതത്വം. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി തന്നാമതോന്യവ്യവഹാരമൂലം. ഇനി അതിന് പല പേരുകളും പല വാക്കുകൾ കൊണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്? വ്യവഹാരമൂലം. അതൊക്കെ പറയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ തത്വമല്ലാത്ത, പരബ്രഹ്മ തത്വമല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്. അത് മരമാണ്, ഇത് പാറയാണ്, ഇത് ആനയാണ്, ഇത് മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വ്യവഹരിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ പേരൊക്കെ ഇട്ട് വച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല, അതൊന്നും ഇവിടെ നിലനിൽക്കുകയില്ല. നിരൂപ്യതാം സത്ക്രിയയാനുമേയം. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നല്ലവണ്ണം മനസ്സിരുത്തി ആലോചിച്ചു നോക്കൂ. അതാണ് നിരൂപ്യതാം. ചിന്തിച്ചാലും എന്ത്? സത്ക്രിയയാ, സത്പ്രവൃത്തികളെ കൊണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് നിരൂപിച്ചെടുത്തോളൂ. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങൾ കുറെയൊക്കെ എന്ന് ചോദിക്കാണ്. അങ്ങേക്ക് മനസ്സിലായോ മഹാരാജാവേ, ഈ പറയുന്നതൊന്നും കാണുന്നതൊന്നും സത്യമല്ല. നമ്മളൊരാളെ ഇന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, നാളെ അയാൾക്ക് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനുള്ള ഒരവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളോട് വേറെ ആരെങ്കിലും എവിടുന്നെങ്കിലും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഒരാൾ ഒരു സ്ഥാനത്തുണ്ടാവില്ല, എന്നും ഒരാൾക്കും ഒരവസ്ഥയും ഉണ്ടാവില്ല. ചക്രനേമിക്രമേണ എന്ന് പറയും. ഈ സൈക്കിളിൻ്റെ ആയാലും കാറിൻ്റെ ഒക്കെ ആയാലും ചക്രങ്ങളുടെ സ്വഭാവം എന്താ? വട്ടത്തിലാണ്. കുറേ നേരം ഒരേ ആരക്കാലുകൾ താഴത്തേക്ക് പോകും, പിന്നെ അതൊക്കെ തന്നെ മുകളിലേക്ക് വരും. അത് ചക്രം പോലെയാണ് ജീവിതാവസ്ഥകൾ. ഒരു കാലത്ത് ഒരാൾ ഏറ്റവും വളരെ ദുഃഖിതനായിട്ടുള്ള, ബുദ്ധിമുട്ടുള്ള, ആപത്തുള്ള കാലത്താണ് ജീവിച്ചതെങ്കിൽ എല്ലാ കാലവും അയാൾക്ക് അങ്ങനെ ആവില്ല.
ചക്രം തിരിയുന്ന പോലെ കുറച്ച് കഴിഞ്ഞാൽ അയാൾ മുകളിലേക്ക് തന്നെ കയറി വരും. അത് മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ശാശ്വതമായിട്ട് ഒന്നുമില്ല. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കൂ. ഇനിയുള്ള ജീവിതകാലത്തിലെങ്കിലും ആൾക്കാരോട് വേണ്ടതുപോലെ പെരുമാറൂ, പ്രവർത്തിക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കൊന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം. യദാക്ഷിതാവേവ ചരാചരസ്യ വിദാമനിഷ്ഠാം പ്രഭവം ച നിത്യം തന്നാമതോന്യവ്യവഹാരമൂലം നിരൂപ്യതാം സത്ക്രിയയാനുമേയം. അതിനുശേഷം പറയാണ്, ഇതിൽ കുറെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. അതായത് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ചരാതുകളെ പറ്റിയിട്ടും പാത്രങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു. അത് ആ രൂപാന്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വസ്തു മാറുന്നില്ല. എന്തുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് അത് മാറുന്നില്ല. അതുപോലെയാണ് മനുഷ്യരായാലും മൃഗങ്ങളായാലും. ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ സ്വഭാവമാണ്. കഥ പറയണതും കവിത ചൊല്ലുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. അതിനൊന്നും ചിലപ്പോൾ ആവർത്തനങ്ങൾ കാണില്ല. ഇത് ആവർത്തനം ഉണ്ടാവും. അതാണ് ആദ്യം പറഞ്ഞതുപോലെ ആണിയടിച്ച് കയറ്റുന്നത് പോലെയാണ്. ഓരോ തരത്തിൽ അത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിച്ച് തരികയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ദേഹം നിമിത്തം നമുക്ക് ഒരുപാട് ചിന്തകളും പ്രവൃത്തികളും വരുന്നുണ്ട്. അതൊക്കെ ഒരു പരിധിയിൽ നിർത്തിയിട്ട് അതിനെ ഒന്ന് ചുരുക്കിയിട്ട് കുറച്ച് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിനും വിജ്ഞാനം ആർജിക്കുന്നതിനും, ജ്ഞാനം ആർജിച്ച് അതിനെ വിജ്ഞാനമാക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി 9ാമത്തെ ശ്ലോകം നോക്കാം. ഏവം നിരുക്തം ക്ഷിതിശബ്ദവൃത്തമസന്നിധാനാത് പരമാണവോയേ. ചൊല്ലിക്കോളൂ. അവിദ്യയാ മനസാ കൽപ്പിതാസ്തേ യേഷാം സമൂഹേന കൃതോ വിശേഷ. ഇവിടെ പറയണത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനത്തെ വരിയാണ് യേഷാം സമൂഹേന വിശേഷ കൃതഃ. സ്രഷ്ടാവ് എപ്പോഴാണ് എല്ലാത്തിനെയും വെവ്വേറെയാക്കിയത്? വലിയ രൂപമാവുമ്പോഴാണ്. ഇവിടെ നമ്മൾ പറയാറില്ലേ അണു, പരമാണുക്കൾ എന്ന് പറഞ്ഞ അണു സിദ്ധാന്തം ഇവിടെ ഉണ്ട്. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രൂപത്തിനെയാണ് അണുക്കൾ എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത്, അണു എന്ന് പറയുന്നത്. അത് നമ്മുടെ ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഫിലോസഫിയിലും ഒക്കെ ഉണ്ട് ഈ അണുവിൻ്റെ ദ്വണുകം, ത്രിയണുകം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും അണുക്കൾ ചേർന്നാലേ അതിനെ നമുക്കൊന്ന് പരാമർശിക്കാനുള്ള രൂപത്തിലേക്കെങ്കിലും ആവുള്ളൂ. നമ്മൾ കാണാറുണ്ട് ഈ രാവിലെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ പൊടി പറക്കണ കാണില്ലേ? നമ്മളിങ്ങനെ കൊടയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പറക്കണ കാണാം. ആ പൊടിയുടെ അവസ്ഥയിലേക്ക് ആവണമെങ്കിൽ ഈ അണുക്കൾ കുറെ എണ്ണെങ്കിലും ചേരണം. അപ്പം എന്തായാലും നമ്മുടെ മാംസചക്ഷുസ്സുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനമാണ് അണു എന്നുള്ളത് അന്ന് തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും നമ്മുടെ ശരീരങ്ങളുടെ ഇവിടെ കാണുന്നതായ എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മരൂപം, അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. ആ സൂക്ഷ്മാണുക്കളെ ചേർത്ത് വലിയ വലിയ രൂപങ്ങളാവുമ്പോൾ ഒക്കെ വ്യത്യാസമായി. എന്നെ കാണുന്ന പോലെയല്ല, ആ അമ്മയെ കണ്ടാല്, ആ അച്ഛനെ കണ്ടാല്, ആ ചേട്ടനെ കണ്ടാല് ഒക്കെ വ്യത്യാസമായി. അതെന്താ? ബൃഹത്താവുമ്പോഴാണ്. സമൂഹമായി വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. സൂക്ഷ്മരൂപത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മാണുക്കളെ കൊണ്ടുണ്ടായത് തന്നെയാണ്. എൻ്റെ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ച സൂക്ഷ്മാണു തന്നെയാണ് ഇവിടെ ഓരോരുത്തരുടെ ശരീരം നിർമ്മിക്കാനും ഉപയോഗിച്ചിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ, പരമാണുക്കൾ. അപ്പോൾ പിന്നെന്ത് വ്യത്യാസമുള്ളത്? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കുറെ കൂടി തെളിമ കിട്ടും. ആ തെളിച്ച് കൊണ്ടുവരികയാണ്, അറിവിനെ നന്നായി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് ഏവം നിരുക്തം ക്ഷിതിശബ്ദവൃത്തം അസന്നിധാനാത് പരമാണവോയേ. ക്ഷിതി എന്ന് പറഞ്ഞാൽ മണ്ണ്. ആദ്യമേ പറഞ്ഞു മണ്ണ്, ക്ഷിതി ഭൂമി എന്നാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ച് വരുന്ന ആ അർത്ഥമുണ്ടല്ലോ. നമ്മളുടെ മുമ്പിൽ കാണാവുന്നതായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നൊരു ആ വസ്തു ഉണ്ടല്ലോ, അത് ഏറ്റവും ബൃഹത്തായിട്ടുള്ളൊരു രൂപമാണ്. അതിനെ നോക്കിയാൽ നമുക്കത് മണ്ണ് എന്ന് പറയുന്നത് കാണുന്നത് ഇങ്ങനെയാണ്.
ഇതുകൊണ്ടാണോ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എവിടെ നോക്കിയാലും ആ മണ്ണിനെ ചേർന്നതായിട്ടുള്ള ഒരു സാധനവും കാണില്ല. നമ്മുടെ ശരീരത്തിലെന്ന് മാത്രമല്ല, ഒന്നിന്റെ ശരീരത്തിലും, ജീവനുള്ള ഒന്നിന്റെ ശരീരത്തിലും ഈ മണ്ണുമായിട്ട് ബന്ധമുള്ള ഒന്നും കാണില്ല. അതുകൊണ്ട് നമുക്ക് തോന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവും എന്ന്. അല്ല, നിങ്ങൾ അതിനെ വിഘടിപ്പിക്കും, അണുക്കളാക്കും. ഈ പറഞ്ഞത് അതാണ് ഈ പറഞ്ഞത് അവിദ്യയാ മനസാ കൽപ്പിത. അപ്പൊ നമുക്ക് തോന്നണത് ഈ മണ്ണുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്നത് നമ്മുടെ അവിദ്യ കൊണ്ടാണ്, നമുക്കറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ അതിനൊന്ന് വിഘടിപ്പിച്ചു നോക്കൂ. നമ്മുടെ ശരീരം ആദ്യം പറഞ്ഞില്ലേ, ജീവിച്ച് ശരീരത്തോടു കൂടി നടക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇതും മണ്ണിനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം തീരുമ്പോൾ മനസ്സിലാവും മണ്ണ് എല്ലാം. ഇത് മണ്ണിലേക്ക് എത്തുന്നു. ഈ അതാതിൻ്റെ അംശങ്ങൾ അതതിലേക്ക് പോകുന്നു. വെള്ളത്തിൻ്റെ അംശം വെള്ളത്തിലേക്ക്, വായുവിൻ്റെ അംശം വായുവിലേക്ക്, അഗ്നിയുടെ അംശം അഗ്നിയിലേക്ക്, മണ്ണിൻ്റെ പൃഥ്വിയുടെ അംശം പൃഥ്വിയിലേക്ക്, ഇങ്ങനെ ഓരോന്നിലേക്ക് പോയാൽ പിന്നെ ഈ ശരീരമില്ല. അതുകൊണ്ടാണ് ശരീരം മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയണത് പഞ്ചത്വം ഗതഃ, അഞ്ചായിത്തീരുന്നു. ഈ 5 ചേർത്തിട്ടാണ് ശരീരം, പഞ്ചഭൂതങ്ങളെ ചേർത്തിട്ടാണ് ശരീരം പഞ്ചഭൂതങ്ങളിലേക്കും തിരിച്ചും പോകുന്നു. അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് ജീവനുള്ള ശരീരത്തിനും ജീവനില്ലാത്ത ശരീരത്തിനും തമ്മിലുള്ള ഒരേ ഒരു ഭേദം, ബാക്കി ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഈ ചൈതന്യത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ ഉള്ളിലുള്ളതായ ചൈതന്യം. അപ്പോൾ മനസ്സ് നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരരുത്. നീ രാജാവാണെന്നും ഇവർ അമാലന്മാരാണെന്നും മറ്റുള്ളവർ പ്രജകളാണെന്നും അവരെയൊക്കെ ഞാൻ ഭരിക്കേണ്ടതാണെന്നും അവരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കേണ്ടവരാണെന്നുള്ള തോന്നലുകളൊക്കെ അവസാനിപ്പിച്ചോളൂ. അതിനാണ് പറയണത്, നിന്റെ ശരീരം പൊടിഞ്ഞാലും ഈ അമാലന്മാരുടെ ശരീരം പൊടിഞ്ഞാലും ശിബിക പൊടിച്ചാലും ഒക്കെ പരമാണുക്കളുണ്ടാവുക. എല്ലാം ഇവിടെ തന്നെ. ഫിസിക്സിലേക്കൊക്കെ എത്തുന്നുണ്ട് അല്ലേ? ദർശനം പോയി എവിടെ എത്തണേ നോക്കൂ. ഫിസിക്സ് പഠിപ്പിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനം രണ്ടും എല്ലാം കൂടിയൊക്കെ ഒന്നാവുന്ന ഒരു പ്രതീതി വായിച്ചു വരുമ്പോഴാണ് ഉണ്ടാവുക. അതാണ് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അവിദ്യയാ, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇതൊക്കെ വേറെയാണ്, അത് വേറെ ഇത് വേറെ എന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം ഒന്ന് തന്നെ. യേശാം സമൂഹേന നോക്കുമ്പോൾ ഇതൊക്കെ വലുത് വ്യത്യാസമുള്ളത്. ഇതൊക്കെ പൊടിച്ചാൽ പരമാണവാ. അത് ആ ശരീരം പൊടിഞ്ഞാലും ഈ ശരീരം പൊടിഞ്ഞാലും പരമാണുക്കൾ മാത്രമേ ഉള്ളൂ. അവിടെ യാതൊരു ഭേദവുമില്ല. നമുക്കിതൊന്ന് ചൊല്ലി നോക്കാം. ഏവം നിരുക്തം ക്ഷിതിശബ്ദവൃത്തമസന്നിധാനാത് പരമാണവോയേ അവിദ്യയാ മനസാ കൽപ്പിതാസ്തേ യേഷാം സമൂഹേന കൃതോ വിശേഷ. ഇനി 10ാമത്തെ ശ്ലോകത്തിലും ഇതിൻ്റെയൊക്കെ തന്നെ ചെറിയ അംശങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചൊല്ലാം. ഏവം കൃശം സ്ഥൂലമണുർബൃഹദ്യത്. ചൊല്ലിക്കോളൂ. അസച്ച സജ്ജീവമജീവമന്യത് ദ്രവ്യസ്വഭാവാശയകാലകർമ്മ നാംനാജയാവേഹി കൃതം ദ്വിതീയം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പരമാണുക്കൾ എന്നുള്ള നിലയിൽ എല്ലാം ഒന്നാണ് എന്ന്. പിന്നെ പറഞ്ഞത് ഇത് സമൂഹമായിട്ട് നിൽക്കുമ്പോഴാണ് രൂപഭേദങ്ങൾ ഒക്കെ വരണത്. അതെങ്ങനെയാണ് സമൂഹമായിട്ട് നിൽക്കുമ്പോൾ രൂപഭേദങ്ങൾ വരുന്നത് എന്നാണ് ഇവിടെ പറയണത്. അതിന് കാരണം എന്താണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏവം ഇപ്രകാരം, കൃശം മെലിഞ്ഞത്, സ്ഥൂലം തടിച്ചത്, അണു വലിപ്പം കുറഞ്ഞത്, ബൃഹത് വലിപ്പം കൂടിയത്. അതായത് നമ്മൾ പറയുമല്ലോ മെലിഞ്ഞതും തടിച്ചതും, ഷോർട്ട് അതുപോലെ ലോങ് എന്നൊക്കെ പറയുന്ന തമ്മിലുള്ളതായ വ്യത്യാസങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. ചെറുത് വലുത്, തടിച്ചത് തടി കുറഞ്ഞത്, സ്ഥൂലമായിട്ടുള്ളത് സൂക്ഷ്മമായിട്ടുള്ളത്, ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ അസത്ത് ജീവനില്ലാത്തത്, സജീവം ജീവനുള്ളത്, സജീവം അജീവമന്യത്. അതായത് ഉള്ളത് ജീവനില്ലാത്തവ, ജീവനുള്ളവയിൽ തന്നെ ചലിക്കുന്നത് ചലിക്കാത്തത്, മരങ്ങൾ പോലെയുള്ളത്, മൃഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാ വന്നത്? അതല്ലേ ആദ്യം പറഞ്ഞത്. ഈ സമൂഹമായിട്ട് വരുമ്പോൾ ഇവയൊക്കെ വെവ്വേറെയായിട്ട് പോകുന്നു എന്നും ഇവയൊക്കെ വിഘടിച്ചാൽ ഉള്ള പരമാണുക്കൾ
ഒക്കെ ഒന്നാണെന്നുള്ളതും, അത് മരത്തിന്റെ ശരീരത്തിലുള്ളതും മനുഷ്യന്റെ ശരീരത്തിലുള്ളതും ഒക്കെ പരമാണുക്കൾ ഒന്ന് തന്നെയാണ്. അപ്പോ എന്തുകൊണ്ട് ഇവയ്ക്ക് മാറ്റങ്ങൾ വരുന്നു? അത് സമൂഹമാവുമ്പോൾ. എങ്ങനെയാ സമൂഹമാകുന്നത്? അതാണ് ദ്രവ്യം, സ്വഭാവം, ആശയം, കാല, കർമ്മ, നാംന. ഇതാണ് അതില് നമ്മളെ വലുതാക്കുന്ന, അതായത് വലുതാവുമ്പോൾ എല്ലാത്തിനും രൂപഭാവ ഭേദങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് കാരണമായി നിൽക്കുന്നത് ഇതാണ്. അതായത് ദ്രവ്യം ഓരോ വസ്തുക്കള്, അതായത് പാറ പോലെയല്ല വെള്ളം, വെള്ളം പോലെയല്ല സ്വർണം പോലെയല്ല തീയ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് ദ്രവ്യത്തിന്റെ വ്യത്യാസങ്ങളാണ്. ഇനി അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ, വെള്ളത്തിന് തണുപ്പാണുള്ളത്, അതുപോലെ അപ്പോൾ വെള്ളമാവാൻ വേണ്ടിയിട്ടാണ് ഈ പരമാണുക്കൾ ഒന്നിച്ചു കൂടിയത് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം തണുപ്പായിരിക്കും. പാറയാവാനാണ് പോകുന്നതെങ്കിൽ ഈ പരമാണുക്കളൊക്കെ കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാറയുടെ ആ ഒരു ഉരത്ത സ്വഭാവം ഉണ്ടാവും. മനുഷ്യന്റെ ശരീരമാവാനാണ് വരുന്നതെങ്കിൽ അതിന്റെ സ്വഭാവം ഉണ്ടാവും. അതാണ് ദ്രവ്യവും ദ്രവ്യത്തിന്റെ സ്വഭാവങ്ങളും. ഇനി അതുപോലെ തന്നെ ആശയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈശ്വരന്റെ നിശ്ചയങ്ങള്, ഇത് ഇന്നതായി ഭവിക്കണം എന്നുള്ള ആശയം. അതാണ് കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഈ ഇതൊക്കെയാണ് കാലം, കർമ്മം, ഗുണം, ഇതൊക്കെ ചേർന്നിട്ടാണ് ജീവനുകളെ വെവ്വേറെയാക്കിയിട്ട് തീരുമാനിക്കുന്നത്. ഏതൊരു അച്ഛൻ്റെ, ഏതൊരമ്മയുടെ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, അവരുടെ സ്വഭാവം, അത് മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങളായിട്ട് ജനിക്കും, മനുഷ്യരാണെങ്കിൽ മനുഷ്യരായിട്ട് ജനിക്കും. ഇനി ആ ജീവൻ മരത്തിലേക്കാണ് പോയതെങ്കിൽ മരമായിട്ട് തീരും. അതല്ല, ആ അണുക്കളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പാറയാവണം എന്നാണ് ഈശ്വരന്റെ ഇച്ഛയെങ്കിൽ അത് പാറയാവും, പർവ്വതമാവും, മണ്ണാകും. ഇങ്ങനെ ദ്രവ്യത്തിന്റെ സ്വഭാവം, ആശയം, കാലുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ കാലങ്ങളുണ്ട്. പർവ്വതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10,000 കണക്കിന്, 20,000, 30,000 വർഷക്കണക്കിന് ആവും അതിൻ്റെ നിലനിൽപ്പ്. മനുഷ്യരുടെ നിലനിൽപ്പോ 100, 120 മാക്സിമം. ആനയ്ക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ മരങ്ങൾ 1000, 2000 വർഷങ്ങളൊക്കെ നിൽക്കുന്നു. കാലവും ഓരോന്നിൻ്റെ സ്വഭാവങ്ങളെ നിർണയിക്കുന്നുണ്ട്. അവയുടെ കർമ്മങ്ങളും അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, മനുഷ്യരുടെ കർമ്മങ്ങള്, മൃഗങ്ങളുടെ കർമ്മങ്ങള്, അതായത് മനുഷ്യർ ചെയ്യേണ്ടതായിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങളുടെ കാര്യമല്ല കേട്ടോ പറയണത്. മനുഷ്യർ സ്വാഭാവികമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള്, ഇര തേടുക, ഭക്ഷണം കഴിക്കുക, അതൊക്കെ മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ മരങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. അവ നിൽപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. അവയുടെ ഇരകളും അവയ്ക്ക് കിട്ടാനുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ വേര് വഴി കണ്ടുപിടിക്കും. മനുഷ്യർക്ക് അതല്ല സ്വഭാവം, മൃഗങ്ങൾക്കും അതല്ല സ്വഭാവം. മൃഗങ്ങള് ഇരയുടെ പിന്നാലെ ഓടിച്ചിട്ട് അവയെ പിടിക്കും. മനുഷ്യര് അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ സ്വഭാവം വെച്ചിട്ട്, അവരുടെ കർമ്മം വെച്ചിട്ട് അവർ മറ്റു തരത്തിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് പിന്നീട് അതിന് മോഡിഫിക്കേഷൻ വരുന്നതാണ്. ജീവനായിട്ട് വന്നിട്ട് ഇവിടെ ജീവിച്ച് ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നതായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങൾ, അതിനെയല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. മനുഷ്യരും ഈ പ്രകൃതിയിലെ മനുഷ്യരായിട്ട്, ജീവരാശികളായിട്ട് ഇവിടെയുള്ളവയും ജീവനില്ലാത്തവയും ജീവനുള്ളവയിൽ തന്നെയുള്ള വകഭേദങ്ങൾ, മരങ്ങൾ, മനുഷ്യര്, ചരിക്കുന്നവ ചരിക്കാത്തവ എന്നുള്ള ഭേദങ്ങളിലൊക്കെ ഉള്ളതായ ജന്തുവർഗത്തിൻ്റെയും ജീവനില്ലാത്തവയുടെയും ഒക്കെ കർമ്മങ്ങൾ. മേഘത്തിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നിനെയും അതതിൻ്റെ കർമ്മങ്ങളിലൂടെ ഈ പ്രകൃതി സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഓരോ സമൂഹങ്ങളിലും രൂപഭേദങ്ങൾ കൽപ്പിക്കുന്നത്. ആ രൂപം, ദ്രവ്യത്തിന്റെ സ്വഭാവം, ആശയം, കർമ്മം, കാലം, ഗുണം, ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അങ്ങനെ തന്നെയാണല്ലോ. അത്രയൊന്നും വിസ്തരിച്ചെടുക്കുന്നുണ്ടെങ്കിലും, വാസ്റ്റായിട്ട് എടുത്തില്ലെങ്കിലും, ഒരാളുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനമ്മമാരുടെ ഛായയിൽ ഒരു കുട്ടി ഉണ്ടാവുന്നു. മറ്റ് 2 അച്ഛനമ്മമാർക്ക് അവരുടെ ഛായയിൽ ഒരു കുട്ടി ഉണ്ടാവുന്നു. ആദ്യം പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് തന്നെയാണ്. മൂക്കുണ്ട്, കണ്ണുണ്ട്, 2 കണ്ണുകളുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, തലമുടിയൊക്കെ ഉണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. ആ ആളല്ല ഇയാള്. എവിടെയാ വ്യത്യാസം വരുന്നത്? അച്ഛനമ്മമാരുടെ സ്വഭാവവും രീതിയും ജീവിതവും അവരുടെ അംശങ്ങള്, ബയോളജിക്കൽ, കെമിക്കൽ എല്ലാ അംശങ്ങളും ചേർന്നിട്ടാണ് ഈ കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ അംശത്തിലേ ഉണ്ടാവാൻ പറ്റുള്ളൂ. മറ്റേ കുട്ടി മറ്റേ അച്ഛനമ്മമാരുടെ. പക്ഷേ
ഇവരൊക്കെ മനുഷ്യര്, ചെറിയ കുട്ടികളാണ് ഇതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യരുടെ ഈ 10 പേരെ എടുത്താൽ 10 ഛായയും 10 രീതികളുമാണ്. അത് അവരവരുടെ പാരമ്പര്യത്തിൽ നിന്ന്, അച്ഛനമ്മമാരുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രദേശങ്ങളിൽ വളരുന്ന മരങ്ങള്, ഓരോ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങള്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ തോലിന്റെ സ്വഭാവമല്ല ഹിമാലയൻ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നത്. എന്തുകൊണ്ട്? അവയ്ക്ക് കുറേ എന്താണ് പറയാ, രോമം കൂടുതലായിട്ട് വേണം. അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന, ഇവിടെ സ്വതസിദ്ധമായിട്ടുള്ള ജീവിത രീതിയുള്ള ഇവിടുത്തെ പശുക്കളുടെ, അല്ലെങ്കിൽ അവിടെയും പശുക്കൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ധാരാളം രോമങ്ങളുള്ള ജീവികളാണ് അവിടെ കൂടുതലുള്ളത്. അവിടെ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും അതതിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് ജീവികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പ്രകൃതി. അങ്ങനെയാണ് ഇവിടെ എന്താണ് വൈവിധ്യം, വിഭിന്നത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് വേറൊരാളെ ഭരിക്കാനൊന്നും അവകാശമൊന്നുമില്ല. നമ്മളെവിടെ ഉണ്ടാക്കി അതേ ചൈതന്യവും അതേ ശക്തിയും തന്നെയാണ് അവരെയും ഉണ്ടാക്കുന്നത്, മറ്റു ജീവിവർഗങ്ങളെ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ ഒരു തലത്തിലേക്കാണ് രഘുഗണനെ ഭരതയോഗീശ്വരൻ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അവസാനത്തെ ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരാൾക്കൊരു പേരിടും, നാമ, അല്ലേ? നാമത്തിന് നമ്മൾ സംസ്കൃതത്തിൽ പറയും യദൃച്ഛ എന്ന് പറയും. എന്താ യദൃച്ഛ പറഞ്ഞാൽ? വെറുതെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഇന്ന ആളുടെ മകൻ എന്നൊക്കെ പറഞ്ഞു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, അപ്പം ഇരിക്കട്ടെ ഒരു പേര് എന്ന് വിചാരിച്ചിട്ട് ആ ആൾക്ക് നമ്മൾ ഭഗവാന്റെ പേര് തന്നെ ഇട്ടും. ശ്രീഹരി അല്ലെങ്കിൽ വാസുദേവൻ എന്നൊക്കെ പേരിടും. ആ ആള് വാസുദേവനായിട്ടോ ശ്രീഹരിയായിട്ടോ ഒന്നുമല്ല, അറിയാൻ വേണ്ടിയിട്ട്, വ്യവഹാരമൂലം ആ ആളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ട്. ദ്രവ്യം, കർമ്മം, ഗുണം, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേരും നമ്മൾ ഇട്ടുവയ്ക്കും. അത്രയ്ക്കുള്ള വ്യത്യാസങ്ങളെ തമ്മിലുള്ളൂ, ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഹേ രഘുഗണ, നീയെ അമാലന്മാരെ എന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള ദിക്കിലേക്കാണ്. അതായത് എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആ ചൈതന്യത്തിൻ്റെ ഓരോരോ പ്രത്യക്ഷ ഭേദങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമുക്കിത് വേറെയാണ് തോന്നുന്നതോ? മായയുടെ ശക്തിയാണ്. അതാണ് അജയ, മായയാൽ, മായ ഉള്ളത് കൊണ്ട് ഇതൊക്കെ വേറെ വേറെയാണെന്ന് തോന്നും. അതാണ് ആദ്യം പറഞ്ഞ ഒന്നായ നിന്നേഹരണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരുണ്ടല്ലത് മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ നാരായണായ നമ. അപ്പൊ പണ്ടേ കണക്കെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒന്ന് ആണ് ഈ കാണുന്നതെല്ലാം. ഈ എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് ഒരു വലിയ ഒന്നാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവണമെങ്കിൽ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം തന്നെ വേണം. ആ രണ്ടാമത്തെ തോന്നൽ ഉണ്ടാക്കുന്നത് മുഴുവനും മായയാണ്. ഭീതിർനാമദ്വിതീയാത് എന്ന് നാരായണീയത്തിൽ പറയും. രണ്ടാമതൊന്നിൽ നിന്നേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാനല്ലാത്ത ഒരാളും കൂടി ഉണ്ടെന്ന് പറയുമ്പോഴോ അയാൾ ഇനി എന്തു ചെയ്യും? എന്നെ എന്തെങ്കിലും ആക്രമിക്കുമോ? അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമതൊന്ന് എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അറിവില്ലായ്മയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നതും ഒക്കെ മായയാണ്. ആ മായയെ പറ്റി തിരിച്ചറിഞ്ഞാൽ ഭഗവത് തത്വം എന്താണ്, പരബ്രഹ്മതത്വം എന്താണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഏവം കൃശം സ്ഥൂലമണുർബൃഹദ്യത് അസച്ച സജ്ജീവമജീവമന്യത് ദ്രവ്യസ്വഭാവാശയകാലകർമ്മ നാംനാജയാവേഹി കൃതം ദ്വിതീയം. ഇത് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് മായയുടെ പണിയാണ്. വലുതാണ്, ചെറുതാണ്, തടിച്ചതാണ്, മെലിഞ്ഞതാണ്, അതുപോലെ തന്നെ ബാക്കി ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ വിസ്മയിപ്പിക്കുന്നത്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ മായയാണ്. എന്നിട്ട് പറയാണ് 11ാമത്തെ ശ്ലോകത്തില്, ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. ചൊല്ലിക്കോളൂ. അനന്തരം ത്വബഹിർബ്രഹ്മ സത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസപ്നം യദ്വാസുദേവം കവയോ വദന്തി. അപ്പൊ 10ാമത്തെ ശ്ലോകം വരെയുള്ള കാര്യങ്ങളിലാണ്
ഈ അറിവ് എന്താണ്, എങ്ങനെയാണ് ഈ മാറി 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 നമ്മുടെ ചിന്തകളൊക്കെ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ചെയ്തത്. എന്നിട്ട് പറയാണ്, ഭഗവാൻ വാസുദേവനെ ആരാധിക്കൂ. ഈ പരബ്രഹ്മതത്വം എന്ന് പറയുന്നത് വാസുദേവൻ തന്നെയാണ് എന്ന് കവികൾ പറഞ്ഞിട്ടുണ്ട്. കവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന കാവ്യമെഴുതുന്ന കവികൾ എന്നുള്ള അർത്ഥത്തിലല്ല. കവയവ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് എന്നർത്ഥമുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ പരബ്രഹ്മതത്വം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്നെയാണ്, ആ വാസുദേവൻ തന്നെയാണ് എന്ന്. ജ്ഞാനം വിശുദ്ധം, വിശുദ്ധമായിട്ടുള്ള ജ്ഞാനം, ഈ കറകളൊന്നും ഏശാത്തതായ ജ്ഞാനമുണ്ടല്ലോ, എല്ലാം പരബ്രഹ്മമാണ്. ഞാനും നീയും നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒക്കെ വിളങ്ങുന്നതായ ഒരൊറ്റ തത്വം എന്നുള്ളതായ ജ്ഞാനമുണ്ടല്ലോ, അതാണ് വിശുദ്ധമായിട്ടുള്ള ജ്ഞാനം. അതിനെ മാത്രമേ നമുക്ക് വിശുദ്ധമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ജ്ഞാനങ്ങൾ അതിന് വലിയ അശുദ്ധി ഉണ്ടെന്നല്ല, പക്ഷെ ആ ജ്ഞാനങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഈ വിശുദ്ധമായ ജ്ഞാനത്തിൽ എത്തിച്ചേരണം. അല്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അതാണ് ജ്ഞാനം, വിശുദ്ധം ജ്ഞാനം. അതുപോലെ പരമാർത്ഥം ഏകം, പരമമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് ആ ഒരു പദാർത്ഥം മാത്രമേ ഉള്ളൂ. അതാണ് പരമാർത്ഥം. ആ തത്വം മാത്രമേ ഉള്ളൂ. അർത്ഥം എന്നുള്ളതിന് തത്വം എന്നർത്ഥം. ഇവിടെ ആ ഒരു പരബ്രഹ്മ തത്വം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതെങ്ങനെയുള്ളതാണ്? അനന്തരം അബഹി. പ്രത്യേകതരം പ്രയോഗങ്ങളാണ് ഭാഗവതത്തിൽ കാണുന്ന പ്രയോഗം. അനന്തരം എന്ന് പറഞ്ഞാൽ സാധാരണ സംസ്കൃതത്തില് തുടർച്ചയായി എന്നാണ്. അനന്തരം ഞാൻ ഇന്നതൊക്കെ ചെയ്തു. അനന്തരം എന്ന് പറഞ്ഞാൽ എന്തോ പ്രവൃത്തി ചെയ്ത് തുടർച്ചയായിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് അനന്തരം എന്ന വാക്ക് അവിടെയാണ് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അന്തരം എന്ന് പറഞ്ഞാൽ അന്തർഭാഗം, ഉള്ള എന്നർത്ഥം. അനന്തരം എന്ന് പറഞ്ഞാൽ അല്ല, അകത്തല്ല, അകവുമില്ല പുറവുമില്ല. അനന്തരം അബഹി. കണ്ടോ? അങ്ങനെ ഒരു ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് എപ്പോഴും ദ്വന്ദ്വങ്ങളിലൂടെയുള്ള അറിവുകളാണ് അതേ ഉള്ളൂ. അതല്ലാത്ത അറിവുകൾ നമുക്ക് അറിയില്ല. അതല്ലാതെ ഒരു അറിവില്ല. അതായത് തണുപ്പുണ്ട് അല്ലെങ്കിൽ ചൂടുണ്ട്, ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയുണ്ട്. അത് നമുക്ക് കുറേശ്ശെ അറിയാം. പക്ഷേ ചൂട് തണുപ്പ് അങ്ങനെ രണ്ടറിവുകൾ, രാത്രി പകല് അങ്ങനെ രണ്ടറിവുകൾ, അതുപോലെ സുഖം ദുഃഖം അത് രണ്ടറിവുകൾ. ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളാണ് പൊതുവെ നമ്മൾക്ക് അറിവുകൾ ഉണ്ടാക്കി തരുന്നത്. ദ്വന്ദ്വങ്ങളിലൂടെയാണ് നമ്മുടെ അറിവുകൾ സഞ്ചരിക്കുന്നത്. അതാണ് അകത്ത് അല്ലെങ്കിൽ പുറത്ത്. അങ്ങനെയല്ലേ നമുക്കറിയുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഭഗവത് തത്വം എന്ന് പറയുന്നത് അകത്തുമല്ല പുറത്തുമല്ല. അങ്ങനെയുണ്ടോ? അതാണ് പറഞ്ഞത് നമുക്കറിയില്ല. അത് അവ്യക്തമാണ്. അത് വാക്കുകൾ കൊണ്ട് പറയാൻ പ്രയാസമാണ്. പിന്നെ എങ്ങനെയാ അത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ, അനുഭവിക്കാനേ പറ്റുള്ളൂ. ഇവിടെ ആചാര്യന്മാരൊക്കെ പറയും, പഞ്ചസാരയുടെ മധുരത്തിനെ പറ്റിയിട്ട് എത്ര വാചകം എഴുതിയാലും മനസ്സിലാവില്ല. അത് രണ്ട് തരി നാവുമ്മൽ വച്ചാൽ അതിൻ്റെ സ്വാദ് മനസ്സിലാവും. അതുപോലെയാണ് ഭഗവത് തത്വം. അനുഭവിക്കുക തന്നെ വേണം, അനുഭവിച്ചേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഴുതുമ്പോൾ കുറേ പരിമിതികളുണ്ട്. അതാണ് ഇവിടെ പറയണത്. അനന്തരം അകമെന്നില്ല, അബഹി പുറമെന്നുമില്ല, പുറത്തുമല്ല അകത്തുമല്ല. അപ്പൊ അങ്ങനെയുള്ളത് എന്താ? ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതല്ല അതിൻ്റെ അർത്ഥം. അകത്തുമല്ല പുറത്തുമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തമുണ്ട്. അകത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പുറത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ എവിടെയാ അകമെന്നും പുറമെന്നും പറയാ? ഒരു വട്ടം എടുത്തിട്ട് നമ്മൾ ആ വട്ടത്തിന്റെ തുടക്കം എവിടെയാ അവസാനം എവിടെയാന്ന് പറയാൻ പറ്റില്ലല്ലോ. വട്ടം വരച്ചാല് തുടക്കത്തിൽ തന്നെ ചെന്ന് അവസാനിക്കുന്നത് പോലെ ഭഗവത് തത്വം എന്ന് പറയുന്നത് എവിടെയാ തുടങ്ങണത്, എവിടെയാ അവസാനിക്കുന്നത്, ഒരെണ്ണത്തിന്റെ ഉള്ളിലിട്ട് അടച്ചു വെക്കാനോ പുറത്താക്കാനോ ഒന്നും സാധ്യമല്ലാത്ത തത്വമാണ്. അതുകൊണ്ട് അകത്തും അല്ല പുറത്തുമല്ല, എല്ലായിടത്തുമുണ്ട്. അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അതാണ് അനന്തരം ത്വബഹിർ ബ്രഹ്മതത്വം, ബ്രഹ്മ സത്യം. അതിനെയാണ് പരബ്രഹ്മതത്വം എന്നും അതിനെ മാത്രമേ നമുക്ക് സത്യം എന്നും പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ മിഥ്യകളാണ്. അല്ലാത്തതൊക്കെ എന്നേക്കുമായിട്ട് ഇവിടെ നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്നതുമാണ്. പരബ്രഹ്മതത്വം മാത്രമാണ് സത്യമായിട്ടുള്ളത്. പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസജ്ഞം. ഏറ്റവും പ്രശാന്തമായ ചാഞ്ചല്യങ്ങളില്ലാത്ത ഭഗവാൻ എന്നുള്ള ശബ്ദത്തിന് ചർച്ചയുള്ളത് അവിടെയാണ്.
അങ്ങനെയുള്ള പരബ്രഹ്മതത്വത്തിനെ മാത്രമേ നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഐശ്വര്യം, ഈശ്വരത ഒക്കെ ഉള്ളത് അത് ആ തത്വത്തിന് മാത്രമാണ്. അണിമാതി സിദ്ധികൾ നമ്മൾ പറയാറുണ്ട്. അണിമ, ലഘിമ, ഗരിമ, മഹിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പാഠഭേദമുണ്ടോ സംശയമുണ്ട്. ഈ 8 എണ്ണങ്ങളും ഉള്ള ആരാണോ ഉള്ളത്, ആർക്കാണോ ആ ആളെ മാത്രമേ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരസ്യ ഭാവ ഐശ്വര്യം, അതാണിത്. അണുവായിട്ടിരിക്കുക, അണിമ, ലഘിമ, ഏറ്റവും കനം കുറഞ്ഞിരിക്കുക, അണിമ, ലഘിമ, ഇതിൻ്റെയൊക്കെ വിപരീതമായിട്ടും ഇരിക്കാൻ പറ്റുക, ഗരിമ, മഹിമ. ഒരേ സമയം പറ്റില്ല. അത് ലഘുവായിട്ടിരിക്കുന്നവരെന്നും ലഘുവായിട്ടിരിക്കും, ബൃഹത്തായിട്ടിരിക്കുന്നവരെന്നും ബൃഹത്തായിട്ടിരിക്കും. ഒരേ സമയം 2 രൂപത്തിലും അണ്ണോരണീയന മഹതോ മഹീയന എന്ന് പറയും പുരന്ദരദാസർ ഭഗവാനെ പറ്റിയിട്ട്. കൃഷ്ണനെ പറ്റിയിട്ടാണ് പറയുന്നത്. അണോരണീയാൻ മഹതോ മഹീയാൻ, അണുവിനേക്കാളും അണുവായിട്ടും മഹത്തിനേക്കാളും മഹത്തായിട്ടുമുള്ള തത്വം. അങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാനെ പറ്റിയിട്ട് ഭഗവത് ശബ്ദസംജ്ഞം യദ് വാസുദേവം, അങ്ങനെയുള്ള വാസുദേവനെ, വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ, വേറെ ആരെയല്ല, ശ്രീഹരിയെ തന്നെ മാത്രമേ ആ പേരുകൊണ്ട് പേരിടാൻ അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആ ഭഗവത് തത്വം തന്നെയാണ് ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് യദ് വാസുദേവം കവയഃ പണ്ഡിതാഹ ഏവം വദന്തി. പണ്ഡിതന്മാരത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇവിടെ ഭഗവത് തത്വം മാത്രമേ ഉള്ളൂ. ഭഗവാൻ വാസുദേവോത്ര സനാതനഃ, സനാതനൻ എന്നും ഇവിടെ നിലനിൽക്കുന്നവനാണ്. സനാതനോത്ര കീർത്യതേ, സനാതനനായി കീർത്തിക്കപ്പെടുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, ഭഗവാൻ വാസുദേവൻ. ആ തത്വം എന്താണെന്ന് നീ അറിയുക രഘുഗണ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിതൊന്നുകൂടി ചൊല്ലാം, കൂടെ ചൊല്ലിക്കോളൂ. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബഹിർബ്രഹ്മ സത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. എന്നിട്ട് രഘുഗണനെ വിളിച്ചിട്ട് ഭരതയോഗീശ്വരൻ പറയുകയാണ് 12ാമത്തെ ശ്ലോകം. രഘുഗണൈത തപസാ നയാതി, ചൊല്ലിക്കോളൂ. ന ചേജ്യയാ നിർവപണാഗൃഹാദ്വാ ന ഛന്ദസാ നൈവ ജലാഗ്നിസൂര്യൈഃ വിനാ മഹത്പാദരജോഭിഷേകം. എന്നിട്ട് പറയാണ്, ഹേ രഘുഗണ, അല്ലയോ രഘുഗണ മഹാരാജാവേ, രഘുഗണ മഹാരാജാവേ, ഏതത് ഈ പരബ്രഹ്മതത്വത്തെ സമീപിക്കുക എന്നുള്ളത് തപസാ നയാതി, തന്നെത്താൻ പോയി തപസ് ചെയ്താലൊന്നും കിട്ടില്ല. എന്നാ ഞാൻ പോയിട്ട് ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ട് തപസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ കിട്ടില്ല രഘുഗണ. തപസാ നയാതി. മാത്രമല്ല എന്നുവച്ചാ ഇജ്യയാ, യാഗം ചെയ്തിട്ട് നേടാം എന്ന് വിചാരിച്ചാലോ അങ്ങനെയും കിട്ടാൻ പോണില്ല. എന്നുവച്ചാ ഇജ്യയാ നിർവപണാത് ഗൃഹാദ്വാ, മാത്രമല്ല നിർവപണം ചെയ്യാന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം, ഭക്ഷണം അന്നദാനം പോലെയുള്ളതൊക്കെ ചെയ്താൽ മാത്രം കിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് പുറപ്പെടുകയൊന്നും വേണ്ട, അത് മാത്രം പോരാ. അതാണ് നിർവപണാത്. മാത്രമല്ല ഗൃഹാത്, ഗൃഹസ്ഥധർമ്മം, ഞങ്ങളാണ് എല്ലാവരെയും തീറ്റി പോറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഗൃഹസ്ഥന്മാര് വളരെ ഭംഗിയായിട്ട് ഗൃഹസ്ഥാശ്രമം, അത് ശരിയാണ്, അവര് വേണം. അവരില്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പട്ടിണി കിടക്കും, ഉറപ്പാണ്. അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പണിയെടുക്കുന്നത്, ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥന്മാർ പ്രയത്നിക്കുന്നത്. അവരുടെ പ്രയത്നം കൊണ്ടാണ് ഇവിടെ എല്ലാവരും സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗൃഹസ്ഥന്മാര് ആയിട്ട് ജീവിച്ചാൽ മതിയോ? ഈ തത്വത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? ഇല്ല, അതും പറ്റില്ല. അതാണ് ന ചൈജ്യയ ന നിർവപണാത് ന ഗൃഹാത്, ഗൃഹസ്ഥനായിട്ട് ജീവിച്ചാലും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല ന ഛന്ദസ, വേദം ചൊല്ലിയാലും, വേദം ചൊല്ലിയിരിക്കുക, ഛന്ദസ് എന്നുള്ളതിന് വേദം ചൊല്ലുക എന്നർത്ഥമുണ്ട്, വേദം ചൊല്ലിയിരുന്നാലും കിട്ടാൻ പോകുന്നില്ല.
നൈവ ജല അഗ്നി സൂര്യൈഹി, ജലം, അഗ്നി, സൂര്യൻ തുടങ്ങിയവയെ കൊണ്ട് അവയൊക്കെ ഉപാസിക്കുക. അങ്ങനെയൊന്നും ചെയ്താലും ഇത് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇത് എങ്ങനെ കിട്ടുക? എങ്ങനെയാണ് ഭഗവത് തത്വത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? വിനാമഹത്പാദരജോഭിഷേകം, മഹാന്മാരുമായിട്ട് സംസർഗമുണ്ടാക്കുക. എന്തുകൊണ്ടാണ് ആചാര്യന്മാര് മഹാന്മാരുമായിട്ട് സംസർഗം ഉണ്ടാക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നല്ല രീതിയിൽ ജീവിച്ച് ഇതൊക്കെ ചെയ്തോളൂ, വേദം പഠിച്ചോളൂ, നല്ല ഗൃഹസ്ഥകർമ്മം ചെയ്തോളൂ, അതല്ലെങ്കിൽ തപസ് ചെയ്തോളൂ. പക്ഷേ അതുകൊണ്ടൊന്നും മാത്രം നമുക്ക് തത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ഇതെന്താണെന്നറിഞ്ഞവരുമായിട്ടുള്ള സംസർഗമുണ്ടാവണം. അതാണ് മഹത്പാദരജസ്, മഹാന്മാരുടെ പാദരജസ്, കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി, അതായത് പാദസേവ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംസർഗങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അറിവ്, വിജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ബാക്കി ഒന്നുകൊണ്ട് ഓരോന്നും എടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആചാര്യന്മാരുടെ, പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളെ കൊണ്ട്, വാക്കുകളെ കൊണ്ട് ഈ പറഞ്ഞ തത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് രഘുഗണനോട് ഭരതയോഗീശ്വരൻ പറയുന്നത്. ഭരതയോഗീശ്വരൻ അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ വാക്കുകൾ ശ്രവിക്കുന്നതോട് കൂടിയിട്ട് രഘുഗണൻ ഉറപ്പായിട്ടും മാറിയിട്ടുണ്ടാവുമല്ലോ. 3-4 ക്ലാസ്സുകൾ കൊണ്ട് പറയുന്ന എനിക്ക് കുറച്ചെങ്കിലും മാറ്റം വരുമല്ലോ, കേൾക്കുന്നവർക്കും മാറ്റം വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും പറയാൻ പറ്റാത്ത ഞാൻ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടാവുണ്ടെങ്കിൽ അതിനെപ്പറ്റി പരിപൂർണമായിട്ട് അറിയുന്ന ഒരാൾ പറഞ്ഞു തരുമ്പോൾ എത്ര കണ്ട് വ്യത്യാസങ്ങളുണ്ടാവും. രഘുഗണന്റെ അഹങ്കാരമൊക്കെ എവിടെ പോയി അസ്തമിച്ചിട്ടുണ്ടാവും. അതാണ് പറയണത്. ബാക്കി എന്ത് വേണമെങ്കിലും ജലം കൊണ്ട് ആരാധിച്ചോളൂ, അഗ്നി കൊണ്ട് ആരാധിച്ചോളൂ, അല്ലെങ്കിൽ അവരെയൊക്കെ ആരാധിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ എന്തു വേണം? അതോടൊപ്പം സജ്ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ, അവരുമായിട്ട് ഇടപെടണം, അവരുടെ വാക്കുകൾ ശ്രവിക്കണം, അവരെ പുച്ഛിച്ച് തള്ളരുത്, അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് ഇവിടെ പറയണത്. അതും കൂടി ആയാലേ പരിപൂർണമാവുള്ളൂ ഒരു ജീവിതം എന്നർത്ഥം. നമുക്ക് ഈ ശ്ലോകം കൂടി ചൊല്ലാം, ഒരുമിച്ച് ചൊല്ലിക്കോളൂ. രഘുഗണൈതപസാ നയാതി നചേജ്യയാ നിർവപണാഗൃഹാദ്വാ നച്ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യൈർവിനാ മഹത്പാദരജോഭിഷേകം. എന്നിട്ട് 13ാമത്തെ ശ്ലോകത്തില് പറയാണ്, മുമുക്ഷുക്കളായിട്ട് ജീവിക്കുന്നവർക്ക് പല തടസ്സങ്ങളും ഉണ്ടാവാം. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ വഴിയിലൂടെ എന്നെ സഞ്ചരിക്കുക. അതിന് ഉദാഹരണമാണ് ഞാൻ എന്നാണ് അടുത്ത കഥയിൽ പറയുന്നത്. ഇപ്പോഴുള്ള എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായത് ഭഗവത് ധ്യാനമാണ്. എപ്പോഴത്തെ ധ്യാനം? ഇപ്പോഴത്തെ ധ്യാനമല്ല. ഈ ജന്മത്തിൻ്റെ ആദ്യം തുടങ്ങിയ ധ്യാനം കൊണ്ട് ഞാനൊരു യോഗീശ്വരനായിട്ടില്ല. ഇതിനു മുമ്പ് എനിക്ക് 2-3 ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ യോഗീശ്വരൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാണ്, ശ്ലോകം ചൊല്ലിയോ നമ്മൾ? ഇല്ല, ചൊല്ലാം. യത്രോത്തമ ശ്ലോക ഗുണാനുവാദ, ചൊല്ലിക്കോളൂ. പ്രസ്തൂയതേ ഗ്രാമ്യ കഥാവിഘാത നിഷേവ്യമാണോനുദിനം മുമുക്ഷോ മതിം സതീം യച്ഛതി വാസുദേവേ. അപ്പോ ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ വിഷയങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അതിലൊക്കെ ഇടപെടേണ്ടി വരും. അതാണ് എത്ര ഈ ഭഗവാനിൽ ചേരണം, ഭഗവത് തത്വം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവരിൽ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടുള്ളത്? ഗ്രാമ്യ കഥാവിഘാത, ഗ്രാമ്യ കഥകൾ. ഗ്രാമ്യ കഥകൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ, ഗ്രാമ്യമായിട്ടുള്ളത് എന്നുള്ളത് സംസ്കൃത ഭാഷയിൽ പറയുമ്പോൾ ഗ്രാമ്യം എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്തതെന്നാണ്. അതിനെയാണ് ഗ്രാമ്യം എന്ന് പറയാം. അതായത് ഒരു സ്റ്റേജിലൊന്നും നിന്ന് പറയാൻ പറ്റാത്തതായിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയില്ലേ, അസഭ്യം എന്ന് പറയുന്നത്. സഭയിൽ പറയാൻ പറ്റാത്തതെന്നേ ഉള്ളൂ അതിനർത്ഥം അസഭ്യം എന്ന്. പക്ഷെ അസഭ്യം എന്നങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയോ വേണ്ടാത്തത് പറഞ്ഞു,
എന്ന് തോന്നുന്നു. അത്രയൊന്നും അതിന് അങ്ങനെ അർത്ഥമില്ല. സഭയിൽ പബ്ലിക്കായിട്ട് നാലാള് കേൾക്കെ പറയാൻ പറ്റാത്തൊരു കാര്യം എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള വാക്കുകൾക്ക് ഗ്രാമ്യം. ഈ വിദ്യാഭ്യാസം ഒക്കെ കുറവായി പോയാൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഗ്രാമ്യമായി തീരും. വിദ്യാഭ്യാസം കുറവായത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല, ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം കൊണ്ടോ അവരുടെ ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ അങ്ങോട്ട് ഒതുങ്ങിപ്പോവും. അങ്ങനെയുള്ള കഥകൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ, അതിനെയാണ് ഗ്രാമ്യ കഥകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വിഘാതങ്ങൾ ഉണ്ടാവും. വിഘാതങ്ങൾ, തടസ്സങ്ങൾ, ഗ്രാമ്യ കഥകളെ കൊണ്ടുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോ എന്തിനാണ് തടസ്സം വരുന്നത്? ഉത്തമ ശ്ലോക ഗുണാനുവാദ, ഉത്തമ ശ്ലോകന്റെ, പുണ്യശ്ലോകന്റെ, ഭഗവാന്റെ കഥകളിലേക്ക് അങ്ങോട്ട് മുഴുകി ഇറങ്ങി പഠിച്ച് ആ സാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടി പോകുന്നവർക്ക് ചിലപ്പോ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളെ കൊണ്ട് പിന്തിരിയലുകൾ, ഒരു തടസ്സങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് അങ്ങനെ വരാറുണ്ട്. ഈ ലൗകികമായിട്ടുള്ള എന്തെങ്കിലും ഒന്നിൽ പറ്റിപ്പിടിച്ചു പോവുക. എനിക്കതാണ് സംഭവിച്ചതെന്നാണ് ഭരതയോഗീശ്വരൻ പറയുന്നത്. ഒരു മാനുമായിട്ടുള്ള ഒരു സംസർഗം വേണ്ടി വന്നു, അതോടുകൂടിയിട്ട് ഞാൻ ലക്ഷ്യം വെച്ചതെന്തോ അതില്ലാതെയായിപ്പോയി. അതിനെയൊക്കെ ഗ്രാമ്യങ്ങൾ എന്ന് പറയാം. ഗ്രാമ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് വളരെ സാമാന്യമായിട്ട്, വളരെ ജനറൽ ആയിട്ട് ഇവിടെ ലൗകികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാമാന്യമായിട്ട് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഇടപെടേണ്ടതായിട്ട് വന്ന് അതിൽ മാത്രമായിട്ട് ഒതുങ്ങുക. അങ്ങനെ അരുത് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഒരു രീതിയിൽ അല്ലാതെ മാറിപ്പോവാൻ പറ്റില്ല. പക്ഷെ അതിൽ കുടുങ്ങരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ വന്നു എനിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഉത്തമ ശ്ലോക കഥകളിലേക്ക്, ഗുണങ്ങളിലേക്ക് ആണ്ടിറങ്ങാൻ പുറപ്പെട്ട ജനങ്ങൾക്ക്, ഭക്തന്മാർക്ക്, ഭഗവത് ഭക്തന്മാർക്ക് ചിലപ്പോൾ ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ എന്ത് ചെയ്യണം? എന്നും ആ മോക്ഷമാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരുവൻ, മുമുക്ഷു, മോക്ഷം ഇച്ഛിക്കുന്നവനായിട്ടുള്ളവനാണ് മുമുക്ഷു. ആ മോക്ഷം ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ആ മാർഗത്തിൽ നിന്നും മാറരുത്. അതിനായിട്ട് തന്നെ തുനിഞ്ഞിറങ്ങണം. അങ്ങനെ ഈ ഉള്ള്, അത് കഴിഞ്ഞ് അങ്ങനെ കുറെ കാലം നമ്മൾ ഇതുമായിട്ട് പരിചയപ്പെടുമ്പോൾ ഉള്ള് ശുദ്ധമാവും, അന്ധക്കരണം നിർമ്മലമാകും. അങ്ങനെ മോക്ഷത്തിലേക്ക്, ഈ പരബ്രഹ്മ തത്വവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് ചെന്നെത്തും. അതിന് അതേ വഴിയുള്ളൂ. അതിന് അനുശീലനം, പരിശീലനം, ആവർത്തനം ഒക്കെ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ അതൊക്കെ സംഭവിക്കാം. നമ്മളൊക്കെ ലൗകികരാണ്, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവേണ്ടതായിട്ടൊക്കെ വരാം. ലക്ഷ്യങ്ങൾ, അതായത് വളരെ ബാഹ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറപ്പെട്ടതൊരു എഞ്ചിനീയർ ആവാനോ ഡോക്ടർ ആവാനോ ഒക്കെ ആയിരിക്കും. പക്ഷേ സാഹചര്യങ്ങളെ കൊണ്ട് മാറിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെ മാറിപ്പോയിട്ട് എന്നേക്കുമായിട്ട് ആ ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോകരുത്. എന്നെങ്കിലും സാധ്യത വരുമ്പോൾ വീണ്ടും മനസ്സിനെ അതിനാക്കി തയ്യാറാക്കി വച്ചിട്ടുണ്ടാവണം. അതിലേക്ക്, ആ മാർഗത്തിലേക്ക് തന്നെ വരണം. അങ്ങനെ അനുദിനം എല്ലാ ദിവസവും മുമുക്ഷുവായിട്ടുള്ള ആ ഭക്തന് ഭഗവാൻ തന്നെ എന്ത് ചെയ്യും? കുറച്ചു കാലം കഴിഞ്ഞാൽ സതീം മതിം യച്ഛതി, ശുദ്ധമായ ബുദ്ധിയെ അനുഗ്രഹിച്ചു തരും. അതിന് സാവകാശമെടുക്കും, അതിന് കുറച്ച് സമയമെടുക്കും, അതിന് കുറച്ച് കാലമെടുക്കും. അതിനുള്ള ക്ഷമ കൂടി നമുക്ക് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് ഒരുമിച്ച് ചൊല്ലാം. യത്രോത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയതേ ഗ്രാമ്യ കഥാവിഘാത നിഷേവ്യമാണോനുദിനം മുമുക്ഷോ മതിം സതീം യച്ഛതി വാസുദേവേ. സതീം മതി, സതി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള നല്ലതായിട്ടുള്ള മതി, ബുദ്ധി. അവിടേക്ക് ഭഗവാൻ തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കും. ഭഗവാനിൽ തന്നെ ആ ബുദ്ധി ചെന്ന് ചേരുമെന്നർത്ഥം. ഇനി അദ്ദേഹം ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജഡഭരതൻ തൻ്റെ കഥ പറയുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കഥ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജഡഭരതനാണെന്നോ എൻ്റെ പേര് ഭരതനാണെന്നൊന്നും പറയണില്ല. ഞാൻ ആരായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് 14-ാമത്തെ ശ്ലോകം. ഞാൻ ഓരോ വരി ചൊല്ലാം, നിങ്ങളും കൂടെ ചൊല്ലിക്കോളൂ. അഹം പുരാ ഭരതോ നാമ രാജ വിമുക്ത ദൃഷ്ടശ്രുത സംഗബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോഭവം മൃഗസംഗാദ്ധാർത്ഥ.
അതാണ് മൃഗസംഗാധതാർത്ഥ. മൃഗസംഗം കൊണ്ട്, ഒരു മാനുമായിട്ടുള്ള സംസർഗം കൊണ്ട്, ഹതാർത്ഥ, എൻ്റെ അർത്ഥങ്ങൾ, എൻ്റെ മോഹങ്ങള്, ഞാൻ എന്താണോ ലക്ഷ്യം വെച്ചത് അത് ഹതമായി പോയി, അത് നിഷ്ഫലമായി പോയി. ഞാൻ ആരായി തീർന്നു? മൃഗസംഗാത് മൃഗ. മൃഗസംഗം കൊണ്ട് ഞാനൊരു മൃഗമായി തീർന്നു. ഞാൻ ആരായിരുന്നു? അഹം പുരാ, പണ്ട് ഞാൻ ഭരതോ നാമ രാജാസീത്, ഞാൻ ഭരതൻ എന്ന പേരുള്ളൊരു രാജാവായിരുന്നു, ഞാൻ ഭരതനായിരുന്നു. എന്നിട്ടോ വിമുക്ത ദൃഷ്ട ശ്രുത സംഘബന്ധ, ഞാൻ എന്ത് ചെയ്തു? ഈ ഐഹികമായ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും ഞാൻ വിമുക്തമാക്കി, എല്ലാം ഞാൻ ഉപേക്ഷിച്ചതുമായിരുന്നു. അതാണ് വിമുക്ത ദൃഷ്ടശ്രുതം. ദൃഷ്ട സംഘബന്ധം, ശ്രുതസംഘബന്ധം രണ്ടും സംഭവിക്കും. കേട്ടറിവ് കൊണ്ടും നമുക്ക് ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം വരും, കണ്ടറിവ് കൊണ്ടും വരും. അങ്ങനെ രണ്ടു തരത്തിലുമുള്ളതായ ബന്ധങ്ങൾ. നമ്മളാരും നേരിട്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവരുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ ആ ആളുമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ കേട്ടറിവുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ പറ്റിയിട്ട് നമുക്കറിയാം. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ പറ്റി കേട്ടറിയാം. അതാണ് ശ്രുത ബന്ധങ്ങൾ, കേട്ടിട്ടുണ്ടാവുന്ന ബന്ധങ്ങൾ. ഇനി ദൃഷ്ടമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. നമ്മൾ നേരിട്ട് കണ്ട് അവരുടെ വിഷയങ്ങളുമായിട്ട് ഇടപെട്ട് നമ്മളുടെ വിഷയങ്ങളും അവരുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വേരർത്ത് കളഞ്ഞതാണ്, വിമുക്തമാക്കിയതാണ്. വിമുക്ത ദൃഷ്ടശ്രുത സംഘബന്ധ. ഈ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങളെയൊക്കെ ഒരു കത്രിക വെച്ച് മുറിച്ച് കളഞ്ഞതുപോലെ ഞാൻ എല്ലാം കളഞ്ഞു വെച്ചതാണ്. പക്ഷേ ദൈവഗത്യ എനിക്ക് എന്ത് സംഭവിച്ചു? ഭഗവാനെ തന്നെ ആരാധിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച ഒരാള്, ആരാധനം ഭഗവത ഈഹമാനോ, ഞാൻ ഭഗവാനെ തന്നെ ആരാധിച്ച് മോക്ഷത്തിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു പോയ ആളാണ്. അത്രയും ലക്ഷ്യത്തിൽ ഉറപ്പുണ്ടായിരുന്ന ഒരാൾക്ക് പോലും എന്ത് സംഭവിച്ചു? ച്യുതി, അതിൽ നിന്ന് പിന്നാക്കടിക്കേണ്ടി വന്നു. എങ്ങനെ? മൃഗോഭവം, ഞാനൊരു മൃഗമായി തീർന്നു. എങ്ങനെ? മൃഗസംഗാത്, ഒരു മൃഗവുമായിട്ട്, ഒരു മാനുമായിട്ടുള്ള സംഘം കൊണ്ട്, സംസർഗം കൊണ്ട് എൻ്റെ എല്ലാ അർത്ഥങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളും പോവുകയും ഞാൻ അടുത്ത ജന്മം ഒരു മൃഗമാവുകയും ചെയ്തു. നമുക്ക് കഥയറിയാലോ, ഒരു ഗർഭിണിയായിട്ടുള്ള മാൻ അതിനെ പുലി പിടിക്കോ സിംഹം പിടിക്കോ എന്ന് വിചാരിച്ചിട്ട് ഈ ഭരതൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മാൻ എന്ത് ചെയ്തു? ചാടി, ഒരു പുഴ ചാടിക്കടന്നു. ആ മാൻ, അമ്മ മാൻ മരിച്ചുപോയി പേടിച്ചിട്ട്. പുലിക്ക് മാനിനെ കിട്ടിയതുമില്ല. ഈ കുട്ടി പുഴയിൽ വീഴുകയും ചെയ്തു. ആ കുട്ടിയെ ഭരതൻ എടുത്തു വളർത്തി. ആ മാൻകുട്ടി പിന്നെ ഭരതന്റെ സ്വന്തമായി. പിന്നെ ഏത് കാലത്തും ഈ മാനിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ മാത്രമായി. ഒരു ആശ്രമത്തില് എല്ലാം പരിത്യജിച്ചുകൊണ്ട് ഭഗവൻ മാർഗത്തിലേക്ക് പോവാൻ പുറപ്പെട്ട ആളാണ്. അങ്ങനെയാണ് ഈ കാഴ്ചയിലൊക്കെ ബന്ധപ്പെട്ടത്. അപ്പോൾ പിന്നെ ഭഗവാനെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ പോയി മാനിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ മാത്രമായി. അതിനെ മാനിനെ നോക്കി നോക്കി സംരക്ഷിച്ച് അവസാനം മരണസമയത്ത് ആ മാനിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മാത്രമായി. ഇതിന് ആരുണ്ടാവുക, ഞാൻ പോയാൽ പിന്നെ ആരെങ്കിലും അതിനെ നോക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളിൽ അവസാനം മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ അടുത്ത ജന്മം എന്തായി തീർന്നു? മാനായിട്ട് ജനിച്ചു. പക്ഷെ എന്തുണ്ടായി? ഒരു ഗുണമുണ്ടായി. ആ ഗുണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് പറയാം. ഇപ്പൊ ഈ ശ്ലോകം ഒന്നുകൂടി എല്ലാവർക്കും കൂടി ചൊല്ലാം. അഹം പുരാ ഭരതോ നാമ രാജ വിമുക്ത ദൃഷ്ടശ്രുത സംഘബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോഭവം മൃഗസംഗാധതാർത്ഥ. ഇനി അടുത്ത ശ്ലോകം ചൊല്ലാം, 15. സാമാം സ്മൃതിർമൃഗദേഹേപി വീര. ചൊല്ലിക്കോളൂ. കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാദി അഥോ അഹം ജനസംഗാദിസംഗോ വിശങ്കമാനോ അവിവൃതശ്ചരാമി. ഇവിടെ പറയാണ്, ഞാൻ അങ്ങനെ ആ മാൻകുട്ടിയെ ആലോചിച്ച് മരിച്ചുപോയി. പിന്നെ ഒരു മാനായിട്ട് ജനിച്ചു. എന്തായിരുന്നു അതിൻ്റെ ഗുണം? അതാണ് സ്മൃതി. ആ സ്മരണ ഉണ്ടായി.
ഭഗവത് സ്മരണകൾ എന്നിൽ ഇങ്ങനെ തിളങ്ങി നിന്നു. അതാണ് കുറെ കാലം ആരാധിച്ചാല് അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. ശരീരമല്ലേ നശിക്കുന്നുള്ളൂ, ഈ മനസ്സും ബുദ്ധിയും നശിക്കുന്നില്ല, ആത്മാവും കൂടിയിട്ടാണ് അടുത്ത ശരീരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ ഈ മനസ്സും ബുദ്ധിയൊക്കെ ഉണ്ട്, പഴയ ഓർമ്മകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ആശ്രമവാസിയായിട്ടുള്ള ഒരു മാനായി തീർന്നു. പുലസ്ത്യൻ എന്ന് പറഞ്ഞ ഒരു മുനിയുടെ ആശ്രമത്തിൽ തന്നെ ജീവിച്ച് അവരുടെ കർമ്മങ്ങളൊക്കെ കണ്ട് അങ്ങനെ അവിടെ കിടന്ന് മരിച്ചുപോയി. അതിനുശേഷമാണ് ഈ ഭരതയോഗീശ്വരനായിട്ട് ജനിച്ചത്. അപ്പോ അവിടെ ഈ മാനായിട്ട് ജനിച്ചപ്പോൾ ഉണ്ടായ ഗുണം എന്ന് പറയുന്നത് ഭഗവത് സ്മൃതിയാണ്. നമ്മൾ ഈ കഥ ഭാഗവതത്തിൽ തന്നെ നാരായണീയത്തിലും ഒക്കെ, എനിക്ക് കൂടുതൽ നാരായണീയാണ് ആദ്യം വരിക. അതില് ഇന്ദ്രദ്യുമ്നന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നില്ലേ? ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവ അഗസ്ത്യം പ്രാപ്തം ആതിഥ്യകാമം. അതിഥി സത്കാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളായിരുന്നു. ചെറിയൊരു അതിഥി സത്കാരം കൊടുത്താൽ മതിയായിരുന്നു അഗസ്ത്യന്, അതുപോലും കൊടുത്തില്ല. അദ്ദേഹം അറിഞ്ഞില്ല, കുറ്റമൊന്നുമല്ല, അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുമ്പോൾ അഗസ്ത്യൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ കണ്ടാല് രാനെ പോലെ ഇരിക്കുന്നുണ്ട്. അതാണ് കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി. നീ സ്തബ്ധനായിട്ട് ആ തപസ്സിന്റെ ഗാംഭീര്യം കൊണ്ട് ഇന്ദ്രദ്യുമ്നൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരാന നിൽക്കുന്നത് പോലെയാണ് അഗസ്ത്യന് തോന്നിയത്. അതുകൊണ്ട് നീ എന്തായിക്കോളൂ, ഹസ്തിഭൂയം ഭജേതി, നീ ഒരു ഹസ്തിയായി തീരും. അതുകൊണ്ട് എന്താ ഉണ്ടായത്? പക്ഷെ അതോട് കൂടിയിട്ട് മോക്ഷത്തിലേക്ക് എത്തി. എന്നിട്ട് പറയാണ്, ശബ്ദ്വാധൈനം പ്രത്യഗാത് സോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതിർവ്യക്തിധന്യം. അവിടെയും പറയുന്നുണ്ട് ത്വത്സ്മൃതിർവ്യക്തിധന്യം. ഓർമ്മകളോടുകൂടിയ പഴയ കാലം, പഴയ ജന്മം എന്തായിരുന്നു എന്നുള്ളത് ഓർക്കുന്ന ഒരു ആനയായി തീർന്നു. അതാണ് ത്വത്സ്മൃതി വ്യക്തി. അതും ഇവിടെ ഉണ്ട്. അതാണ് ഈ മാനായിട്ട് ജനിച്ചപ്പോഴും ആ സ്മൃതി അവിടെ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ, വളരെ കുഞ്ഞു കുട്ടികളിൽ ഈ ഓർമ്മകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ലൗകികമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മുടെ മുജ്ജന്മങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളും മറന്നു പോകുന്നു. പക്ഷേ അത്രയ്ക്ക് ഭഗവത് ആരാധന നടത്തിയിട്ടുള്ളവർക്ക് മുജ്ജന്മങ്ങളും ഒക്കെ ഓർമ്മ വരും. അതാണ് ഇവിടെ ഉണ്ടായത്. ആ മാനായിട്ട് ഭരതൻ ജനിച്ചുവെങ്കിലും മാൻ ഭഗവത് സേവ എന്താണെന്ന് മനസ്സിലാക്കുന്നവനായിരുന്നു. കഴിഞ്ഞ ജന്മത്തെ ആ സ്മൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷ്ണാർച്ചന പ്രഭവമായിട്ടുള്ള, അതാണ് കൃഷ്ണാർച്ചന പ്രഭവ സാ സ്മൃതി, ഭഗവാനെ അർച്ചിച്ചത് കൊണ്ടുണ്ടായ, ഭഗവാൻ വാസുദേവനിൽ എനിക്കുണ്ടായിരുന്നതായ ഭക്തി കൊണ്ട് ഈ ജന്മത്തില്, അതായത് മാനായിട്ട് ജനിച്ചപ്പോഴും ആ സ്മൃതി എന്നെ വിട്ട് പോയില്ല. ആ വളരെ ഭക്തിയോട് കൂടിയിട്ട് അന്ന് ആ ജീവിതം ചരിച്ചതിൻ്റെ, ജീവിതം കൊണ്ടു നടന്നതിൻ്റെ മെച്ചമാണ് മാനായപ്പോഴും ആ ഭക്തി ഉള്ളിലുണ്ടായത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അധോ അഹം ജനസംഗാതിസംഗോ വിശങ്കമാനോ അവിവൃതശ്ചരാമി. എന്നിട്ട് ആ ഒരു ശരീരം എടുത്തു കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു മരിച്ചു. അതിനുശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. എൻ്റെ പേരെന്താണെന്ന് ഇവിടെ പറയണില്ല. ഞാൻ ജനസംഘങ്ങള് അങ്ങനെയുള്ള എല്ലാം ത്യജിച്ചുകൊണ്ട് വിശങ്കമാനഹ, ആ ജനസംഘങ്ങളെയൊക്കെ സംശയിച്ചിട്ട്, അതായത് ഇനിയും ഈ പറഞ്ഞ വിഷയങ്ങളിൽ പെട്ട് ഉഴലാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് സംഘങ്ങളെയൊക്കെ പരിത്യജിച്ചുകൊണ്ട് അതിലൊക്കെ സംശയത്തോടു കൂടിയിട്ട് വിശങ്കമാനഹ, അങ്ങനെ ഇടപെടലുണ്ടായാൽ പിന്നെ ഞാൻ പിന്നാക്കം പോവും. ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്നതൊക്കെ വെറുതെ ആവും. ഞാൻ മോക്ഷാർത്ഥിയാണ് എന്ന തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവിവൃതശ്ചരാമി, ഞാൻ കണ്ടാൽ പെട്ടെന്നൊരു ഭ്രാന്തനാണെന്നോ ഒട്ടും സംസ്കാരങ്ങളില്ലാത്ത ഒരാളാണെന്നോ ഒക്കെ തോന്നുമെങ്കിലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മോക്ഷാർത്ഥിയായിട്ട് ഇപ്പോൾ ചരാമി ജീവിക്കുന്നു. ആരാണ് ഞാൻ എന്നിപ്പോൾ മനസ്സിലായോ? അപ്പോൾ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ രഘുഗണ നിനക്ക് ഉപദേശമായിട്ട് തരുന്നത്. ആദ്യത്തെ ഒരു ജന്മം കൊണ്ട് നടന്നില്ലെങ്കിൽ രണ്ടാമത്തേത് അല്ലെങ്കിൽ മൂന്നാമത്തേത് എന്നെങ്കിലും നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരും തീവ്രമായിട്ടുള്ള പ്രയത്നമുണ്ടെങ്കിൽ. അതാണ് അവിടെ പറയുന്നത്. അത്രയും മനസ്സിലായോ? നമുക്കതൊന്നുകൂടി ചൊല്ലാം. സാമാം സ്മൃതിർമൃഗദേഹോപി വീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാതി അധോ അഹം ജനസംഗാതിസംഗോ
വിശങ്കമാനോ വിവൃതശ്ചരാമി. എന്നിട്ട് അവസാനത്തെ 16-ാമത്തെ ഒരു ശ്ലോകം കൂടിയേ ഈ 12-ാമത്തെ അധ്യായത്തിലുള്ളൂ. അതുകൂടി പറഞ്ഞുകൊണ്ട് രഘുഗണനോടുള്ള വാക്കുകൾ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. നമുക്കത് ചൊല്ലാം. തസ്മാന്നരോ സംഗ സുസംഗജാത. ചൊല്ലിക്കോളും. ജ്ഞാനാസിനേ ഹൈവ വിവൃക്ണമോഹ ഹരിം തദീഹാ കഥനശ്രുതിഭ്യാം ലബ്ധസ്മൃതിർയാത്യതിപാരമധ്വന. തസ്മാത്, അതുകൊണ്ട്, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നരഹ, ഒരു മനുഷ്യൻ ഇവിടെ ഭൂമുഖത്ത് ജനിച്ചിട്ടുണ്ട് എങ്കിൽ നരൻ എന്ത് ചെയ്യണം? അസംഗ സുസംഗ ജാത ജ്ഞാനാസിന ഇഹ ഇഹ, ഈ ലോകത്ത് ജനിച്ചു വന്നവരൊക്കെ തന്നെ എന്ത് ചെയ്യണം? അസംഗം സുസംഗം. അസംഗം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ചേർച്ചയില്ലായ്മ, നല്ലവരുമായിട്ടൊന്നും ചേർന്നിട്ടുണ്ടാവില്ല, അസംഗം. സുസംഗം, നല്ല ജനങ്ങളുമായിട്ട് ചേർച്ച ഉണ്ടായിട്ടുണ്ടാവും, അത് സുസംഗം. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുന്നതായ, അപ്പോൾ അസംഗം എന്നുള്ളതിന് അതല്ല അർത്ഥം. സംഘമില്ലാത്തവര്, അവരുമായിട്ടുള്ള ചേർച്ച. അസംഗമായിട്ടുള്ള, അസംഖികൾ എന്ന് പറയുമല്ലോ, ആ സംഘം. സംഘം എന്ന് പറഞ്ഞാൽ സംസർഗമില്ലാത്തവര് അസംഗന്മാര്, സന്യാസിവര്യന്മാര്, അവരുമായിട്ടുള്ള സുസംഗം കൊണ്ട്, നല്ല തരത്തിലുള്ള സമാഗമം കൊണ്ട്, ഈ തപസ്വികളെ പോലെയുള്ള ആചാര്യന്മാരെ പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള എന്നെന്നുമുള്ളതായ ഇടപെടലുകൾ കൊണ്ട് അസംഗ സുസംഗ ജ്ഞാന അസി, അതുകൊണ്ടുണ്ടാകുന്നതായ ജ്ഞാനം, ആ ജ്ഞാനമാകുന്ന അസി എന്ന് പറഞ്ഞാൽ വാള്, ആ വാളുകൊണ്ട് എന്ത് ചെയ്യണം? വിവൃക്ണമോഹ, മോഹത്തെ അങ്ങോട്ട് അറുത്ത് കളഞ്ഞോള. അറിവാകുന്ന വാളുകൊണ്ട് അജ്ഞാനത്തിനെ മുറിച്ചു കളയണം. തെറ്റിദ്ധാരണകൾ, നമ്മൾ സ്വയം ഉണ്ടാക്കി വച്ചിരിക്കുന്നതായ പല പല തെറ്റിദ്ധാരണകളുണ്ട്, അതിനെയൊക്കെ മുറിച്ച് കളഞ്ഞോളൂ, അറുത്ത് കളയുക വാളുകൊണ്ട്. ഏതാണ് വാള്? ഈ പണ്ഡിതന്മാരുമായിട്ട് ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതായ അറിവിൻ്റെ വാള്, അറിവാകുന്ന വാള്. ആ വാള് കൊണ്ട് അജ്ഞാനത്തെ മുറിച്ചു കളയുക. വിവൃക്ണമോഹ. അങ്ങനെ ഹരിം തദീഹാ കഥനശ്രുതിഭ്യാം. തദീഹാ കഥനശ്രുതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛകള്, ഭഗവാന്റെ പ്രവർത്തനങ്ങള്, ഭഗവാന്റെ കർമ്മങ്ങള്, അതിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട്, ഭഗവാനെ ആരാധിച്ചുകൊണ്ട്, ഹരിം തദീഹാ കഥനശ്രുതികള്, ഹരിയെയും ഭഗവാനെയും ഭഗവാന്റെ കർമ്മങ്ങളെയും ഭഗവാന്റെ ഇച്ഛകളെയും ഒക്കെ അറിഞ്ഞ് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിരുത്തി ഉള്ളിലേക്ക് ആവാഹിച്ചിട്ട് എന്ത് ചെയ്യണം? ലബ്ധസ്മൃതിർയാത്യതിപാരം അധ്വനഃ. അങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര, അതിപാരം, അധ്വനഃ അതിപാരം, ജീവിതയാത്രയിലെ സുദൂരം മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും ഒരു ദിക്കിലെത്തുമ്പോൾ നിൽക്കും. അതിനുള്ള മരുന്നാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ ഭഗവത് സേവ. ആ ഭഗവത് സേവയ്ക്ക് വേണ്ടത് എന്താണ്? സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, പണ്ഡിതന്മാരുമായിട്ടുള്ള സംസർഗം, നമ്മുടെ അറിവ് അവരുടെ പ്രവൃത്തികളും അവരുടെ കർമ്മങ്ങളും ഒക്കെ ആയിട്ട് തട്ടിച്ചു നോക്കി എവിടെയൊക്കെയാണോ തിരുത്തേണ്ടതെന്ന് തോന്നിയാൽ അതൊക്കെ തിരുത്തി അവരുടെ വാക്കുകൾ, ഉപദേശങ്ങൾ കേട്ട് ഭഗവത് സേവയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ജന്മത്തിൽ നമുക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹേ രഘുഗണ, അങ്ങ് ഈ പറഞ്ഞ അഹമ്മദികൾ, നമ്മൾ മലയാളത്തിൽ പറയുന്ന അഹമ്മദി, ഞാനെന്ന ആ ബുദ്ധി, അതിനെ എടുത്തു കളയൂ. നമ്മളെല്ലാവരും തുല്യരാണ്. ഞാൻ, നീ, വേറൊരാള്, പക്ഷികൾ, മൃഗങ്ങൾ, പാറ, കല്ല്, പർവ്വതം, ഇതൊന്നും വേറെയല്ല. ഇതൊക്കെ ആ പരമ്പൊരുളിൻ്റെ സൃഷ്ടികളാണ്. വ്യവഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പേരിടുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള തത്വം, ആ പരമമായിട്ടുള്ള മൂലം, അത് ഭഗവാൻ തന്നെയാണ്. അത് ഈ ജന്മത്തിൽ ഉറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ജന്മമൊക്കെ എടുക്കേണ്ടി വരും, പക്ഷെ അടുത്ത ജന്മത്തിൽ അത് ഓർമ്മ വരും. അതെൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം.
തസ്മാന്നരോ സംഗസുസംഗജാത ജ്ഞാനാസിനേ ഹൈവ വിവൃക്ണമോഹ ഹരിം തദീഹാ കഥനശ്രുതിഭ്യാം ലബ്ധസ്മൃതിർയാത്യതിപാരമധ്വന. വളരെ ദൂരം നമുക്ക് നടക്കേണ്ടതായിട്ട് സഞ്ചരിക്കേണ്ടതായിട്ടൊക്കെ വരും. അധ്വാവ വഴിയാണ്. ആ വഴിയിൽ എത്ര ദൂരം പോയാലും അതിഭാരം വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നാലും നമ്മളെ അത് ബാധിക്കില്ല. നമുക്കത് തീർച്ചയായിട്ടും ഉപകാരമാവുകയേ ഉള്ളൂ എന്നാണ് ഭരതയോഗീശ്വരൻ നമുക്കെല്ലാവർക്കും ഉപദേശിച്ചു തന്നത്. നമ്മളെല്ലാവരും പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ടത് ഈ ശ്രമിക്കുക, അത്രയല്ലേ പറ്റുള്ളൂ. നമ്മൾ ആരും തികഞ്ഞവരെ പൂർണ്ണന്മാരല്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള ആൾക്കാരിൽ പലരും ചിലപ്പോൾ ഈ രൂപത്തിൽ എത്തിയിട്ടുണ്ടാവും, മോക്ഷത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. നമുക്കത് മനസ്സിലാവുകയാണ്. ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും എല്ലാവരെയും തുല്യരായി കാണുകയും ഒക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് എത്ര ദൂരം നമ്മുടെ ജീവിതം നയിക്കണമെന്ന് ഭഗവത് ഇച്ഛയുണ്ടോ അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. അതുമാത്രമാണ് രഘുഗണനോട് ഭരതയോഗീശ്വരൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ 12ാമത്തെ അധ്യായവും അവസാനിച്ചു. കുറേയൊക്കെ എങ്കിലും എല്ലാവരുടെ ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാ, ചെറിയ കുട്ടികളല്ലല്ലോ. ചെറിയ കുട്ടികളാകുമ്പോൾ പൊതുവെ അത് കേൾക്കുക, അത് അപ്പം തന്നെ വിട്ടുകളയുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് പലതും ആവശ്യമാണ്. ഈ ജീവിച്ച് മുമ്പാക്കം വന്നിട്ട് നമുക്ക് പലതും എടുത്ത് കളയാൻ പറ്റുന്നില്ല. പലതിനെയും അടുത്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ മമതാബന്ധം കൊണ്ട് നമ്മൾ ഒരുപാട് വിഷമിക്കുന്നവരാണ് എല്ലാവരും. ഞാൻ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റിയത് കൊണ്ട് കുറേയൊക്കെ വികാരങ്ങളെ അടക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ കൃതാർത്ഥങ്ങളായി. ഇന്ന് രമേശ് സാർ എന്നോട് പറഞ്ഞിരുന്നു സംസ്കൃത ദിനമാണ് എന്നുള്ളത്. സംസ്കൃതത്തിലൊരു ഗാനാലാപനത്തിനെ പറ്റി എന്നോട് പറഞ്ഞിരുന്നു. ഒരു കുഞ്ഞു ഗാനം, വലുതാണ്. ഞാനതിൽ ഒരു 4-5 വരികൾ ചൊല്ലാം. തൊണ്ടയൊക്കെ ഒരു വിധം പറഞ്ഞ് പറ്റാതെയായി തുടങ്ങി. എന്നാലും സംസ്കൃത ഗാനമാണ്, ഒരു ദേശഭക്തി ഗാനമാണ്. അപ്പോൾ ഭാരതമാതാവിനെ കൂടി ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് പാടുകയാണ്. ജയതി ജയതി ഭാരത മാതാ ബുദ്ധഗീത, ജയതി ജയതി ഭാരത മാതാ ബുദ്ധഗീത, നിഖില മതാവന നിരത നത ജന സുഹിത, ജയതി 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 ജയതി. സകല ജീവ സമത സാധു സാധു വിദിത, സകല ജീവ സമത സാധു സാധു വിദിത, അഖില ലോക പ്രഥിത പരമാനന്ദ സമുദിത, അഖില ലോക പ്രഥിത പരമാനന്ദ സമുദിത, ജയതി ജയതി ഭാരത മാതാ ബുദ്ധഗീത, നിഖില മതാവന നിരത നത ജന സുഹിത, ജയതി 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 ജയതി. ശ്ലോകങ്ങൾ കൂടി ചൊല്ലിയിട്ട് എൻ്റെ ഈ പ്രഭാഷണ പരമ്പര ഇവിടെ എല്ലാ ആചാര്യന്മാരുടെ പാദങ്ങളിലും സമർപ്പിക്കുകയാണ്. ശ്ലോകം ആദ്യം ചെല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഈ പരബ്രഹ്മ തത്വത്തെ പറ്റിയിട്ട് തന്നെയാണ് ഇത്ര നേരവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാസുദേവൻ എന്നു പേരുള്ള ഭഗവാൻ ഹരി ആ പരബ്രഹ്മ തത്വത്തിൻ്റെ മുമ്പിൽ
സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിന് കാരണക്കാരായി എന്നെ ക്ഷണിച്ച വിജയമേനോൻ സാറ്, അതുപോലെ തന്നെ ഇതിനെല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ശാലിനി, രമേശ് സാറ്, പരമപൂജ്യന്മാരായിട്ടുള്ള നിഖിലാൻ, അദ്ദേഹത്തിനോടൊക്കെ അകൈതവമായിട്ടുള്ള എൻ്റെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇല്ല എങ്കിലും നമുക്ക് സജീവ സാന്നിധ്യമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമാനന്ദ ഗുരുദേവൻ്റെ ആ സാന്നിധ്യം എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള പുരുഷോത്തമ തീർത്ഥ അദ്ദേഹം എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. അറിയുമെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ആ ആചാര്യസ്വാമികളുടെ വാക്കുകളിൽ അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ തുടങ്ങുള്ളായിരുന്നു. ഇങ്ങനെ ഒരു ആശ്രമം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സത്സംഗത്തിനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നത് ഈ ആചാര്യന്മാരും ഈ യോഗീശ്വരന്മാരും ഒക്കെ തന്നെയാണ്. അവരുടെ മുമ്പിലും എല്ലാ ഋഷീശ്വരന്മാരുടെയും എല്ലാ മാതാക്കളുടെയും മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഭഗവത് സമക്ഷത്തിൽ എൻ്റെ വാക്കുകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.